ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. വിപരീതമായ നമസ്കാരം. നമുക്ക് ചൈതന്യ ചരിതാമൃതം ആരംഭിക്കാം. ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്തത് ആദ്യത്തെ അധ്യായം ചൈതന്യ ചരിതാമൃതത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ശ്ലോകങ്ങളിലെല്ലാം ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ടാണ് സാക്ഷാത് ഭഗവാൻ തന്നെയാണ് എന്ന പല പല ശാസ്ത്രങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പല ശ്ലോകങ്ങൾ വഴി ചൈതന്യ മഹാപ്രഭു സാക്ഷാത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നുള്ള തെളിവുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്. കാരണം ചൈതന്യ മഹാപ്രഭു സാക്ഷാത് കൃഷ്ണൻ തന്നെയാണ്. അന്നേരം കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അന്നേരം ചൈതന്യ ചരിതാമൃതത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ ഗുരു പരമ്പരയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗുരുവിലൂടെ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റൂ. ഇപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ഏതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിനും നമുക്കൊരു ടീച്ചർ വേണം. ഏതൊരു കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അല്ലേ, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, അവിടെ ഒരു ടീച്ചറുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞ് കോളേജിൽ പോകുമ്പോൾ അവിടെ ഒരു ടീച്ചറുണ്ട്. ഇനി ഓഫീസ് മേഖലകളിൽ പോയി എന്തെങ്കിലുമൊക്കെ തൊഴിൽ പരമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെയും ടീച്ചറാണ്. അന്നേരം ഏതൊരു കാര്യത്തിൽ, അതായത് ആ ഒരു ട്രെയിനിങ് സമയത്ത് എന്തായാലും ഒരു ടീച്ചറുണ്ടല്ലോ. ഹരേ കൃഷ്ണ, അങ്ങോട്ടിരിക്കാം. ഓക്കെ. അമ്മ എന്തിയേ? ഇങ്ങോട്ടിരിക്കും. അത് കുഴപ്പമില്ല, ഇങ്ങോട്ടിരുന്നോളൂ. അത് കുഴപ്പമില്ല, അന്നേരം പോയാൽ മതി. പ്രഭു ഇങ്ങോട്ടിരുന്നോ. അന്നേരം നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും നമുക്കൊരു അതിനായിട്ട് നമ്മളെ പരിശീലിപ്പിക്കാൻ ഒരു ട്രെയിനർ ആവശ്യമാണ്. അതേപോലെ ഈ ഭൗതിക മാലിന്യങ്ങൾക്കും അപ്പുറത്ത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്ന ഈ ഒരു ഈ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്നത് മായാലോകത്താണ്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്ത് മായാലോകം. അതായത് നമ്മൾ ഈ സത്സംഗത്തിലുള്ള നമ്മൾ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സത്സംഗത്തിലല്ലാത്തവരോട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ മായാലോകം ഇതെന്തോന്ന് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു മായാലോകത്തിലാണ്. ഇതിനെക്കുറിച്ച് നല്ലതുപോലെ ഗഹനമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. കാരണം കുട്ടിക്കാലം മുതലേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ മാറാത്തൊരു വ്യക്തിത്വം ഇതിനകത്തിരിപ്പുണ്ട്. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത്. ശരീരമല്ല ആത്മാവാണെന്ന് നമ്മൾ സത്സംഗത്തിൽ മിക്കവാറും ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് നല്ല ഗഹനമായിട്ട് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇതാണ് അടിസ്ഥാനം. അന്നേരം യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ ഗോലോക വൃന്ദാവനത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്നും നമ്മൾ ഈ ഒരു ഭൗതിക ലോകത്തിൽ വന്നിരിക്കുകയാണ്. അന്നേരം ഈ ഒരു ലോകത്തിൽ നിന്നും തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പൊതുവേ ഭക്തിയിൽ ഒരാളുടെ സഹായം വേണമോ എന്നാണ് പൊതുവെ നമ്മുടെ ചിന്താഗതി. ഭഗവാന് നമ്മളുമായിട്ട് ഡയറക്റ്റ് ബന്ധം സ്ഥാപിച്ചാൽ പോരെ എന്നാണ് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത്. അത് നമ്മുടേതായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം പൊതുവേ നമ്മൾ ഭക്തി എന്ന് കരുതുന്നത് അമ്പലത്തിൽ പോകുന്നതും ഭഗവാന്റെ മുമ്പിൽ തൊഴുകുന്നതും എന്തെങ്കിലുമൊക്കെ വഴിപാട് ചെയ്യുന്നതും അർച്ചന ചെയ്യുന്നതും പിന്നെ തിരിച്ചു വരുന്നതുമാണ് നമ്മൾ പൊതുവേ ഭക്തി എന്ന് കരുതുന്നത്. പക്ഷേ അത് ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അമ്പലത്തിൽ പോകുന്നു, ഒരു വിശ്വാസം. പക്ഷേ നമ്മൾ ഈ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തായിട്ട് വലിയ ഒരു സയൻസാണ്.
സ്പിരിച്വൽ സയൻസ്, ആത്മീയ വിജ്ഞാനം. അന്നേരം ഇതാണ് യഥാർത്ഥത്തിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ശ്രീ പ്രഭുപാദി പറയുന്നുണ്ട്, പൊതുവേ ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ളവർ അഭിമാനിക്കുന്നു ടെക്നോളജിക്കൽ അഡ്വാൻസിൻ്റെ പുറത്ത് എല്ലാവരും അഭിമാനിക്കുന്നു. നമ്മൾ ടെക്നോളജി പരമായിട്ട് ഒരുപാട് ഉയർന്ന് ഡെവലപ്മെൻറ്റ്സൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ശ്രീല പ്രഭുപാദി പറയുന്നു, യഥാർത്ഥ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ നിന്നും എങ്ങനെ തിരിച്ച് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നു, അതാണ് യഥാർത്ഥ ടെക്നോളജി എന്ന് പറയും. സത്യമാണ്. കാരണം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ ടെക്നോളജിയും നമ്മളെ ഈ ലോകത്തിനകത്ത് തന്നെ കറക്കുകയാണ്. ഈ ലോകത്തിനപ്പുറത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ഭൗതിക ലോകത്തിനപ്പുറത്തായിട്ട് നമ്മൾ പോകുന്നില്ല. ഇവിടെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നല്ലതുപോലെ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ജയിലിനകത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനൊത്തല്ല ഈ ഒരു ശരീരം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ആരോഗ്യപരമായിട്ടും പല പല പ്രശ്നങ്ങളുമുണ്ട്. ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്താണ് ഈ ശരീരത്തിനകത്തിരിക്കുന്ന നമ്മൾ ആത്മാവ് എന്ന് പറയും. അന്നേരം ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചാണ്. ആരാണ് ചൈതന്യ മഹാപ്രഭു? സാക്ഷാത് ഗുരുവായൂരപ്പൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കലിയുഗത്തിൽ ഭക്തി എങ്ങനെ പരിശീലിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തരാണ്. പ്രാക്ടിക്കലി അതും എല്ലാവർക്കും പരിശീലിക്കാൻ പറ്റുന്ന രീതിയിൽ, കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ ലളിതമായിട്ടും വളരെ അധികം ലളിതമാണെങ്കിലും ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഫലവുമാണ് നമുക്ക് ഈ ഒരു പരിശീലനത്തിലൂടെ ലഭിക്കുന്നത്. അതാണ് ചൈതന്യ മഹാപ്രഭു തുറന്നു തന്ന ഒരു വഴി. അന്നേരം നമ്മൾ ഈ സത്സംഗത്തിലൂടെ ചർച്ച ചെയ്യുന്നതും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ആ ഒരു തത്വമൊക്കെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചു നൽകിയ തത്വമാണ്. ഈ ചൈതന്യ മഹാപ്രഭു ആരാണ്? വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, സാക്ഷാത് ഗുരുവായൂരപ്പൻ തന്നെ. അന്നേരം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് എപ്പോഴൊക്കെ ഗ്ലാനി സംഭവിക്കുന്നോ അപ്പോഴൊക്കെ, എപ്പോഴാണോ അധർമ്മം തഴച്ച് വളരുന്നത് അപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കുന്നു. തദാത്മാനം സൃജാമ്യഹം. എന്തിനു വേണ്ടി? പരിത്രാണായ സാധുനാം, സാധുജനങ്ങളെ സംരക്ഷിക്കാനും, വിനാശായ ച ദുഷ്കൃതാം, ദുഷ്ടജനങ്ങളെ സംഹരിക്കാനും, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ കലിയുഗത്തിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ട് വരികയാണ്. അന്നേരം ഓരോ യുഗത്തിലും യുഗധർമ്മമുണ്ട്. അതായത് സത്യയുഗത്തിൽ ധ്യാനത്തിലൂടെ നമുക്ക് തിരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാം. ത്രേതായുഗത്തിൽ യജ്ഞത്തിലൂടെയും, ദ്വാപരയുഗത്തിൽ വിഗ്രഹ ആരാധനയിലൂടെയും, കലിയുഗത്തിൽ ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെയും. അന്നേരം ഈ നാമം എങ്ങനെ ജപിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ വിചാരിക്കും, നാമം ജപിക്കാൻ ഇത്രയും പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഏത് നാമം ജപിക്കണം, എങ്ങനെ ജപിക്കണം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം നമ്മൾ വിചാരിക്കും, നാമം ജപിക്കാൻ അധികം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നാവ് കൊണ്ട് ഉരുവിട്ടാൽ മതി, ചെവി കൊണ്ട് കേട്ടാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ആ ജപിക്കുന്ന സമയത്ത് നാവ് കൊണ്ട് ഭഗവാന്റെ തിരുനാമം ഉച്ചരിക്കുമ്പോഴും ചെവി കൊണ്ട് ഭഗവാന്റെ ശബ്ദം നാമം കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ബോധം എന്താണോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ബോധത്തിലൂടെയാണ് നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ആ നാമജപത്തിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകും. അന്നേരം ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകിയിരിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം, അതുകൂടാതെ തത്വം. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നാമം ജപിക്കണം.
എന്നാൽ ഇപ്പോൾ നമ്മൾ സത്സംഗത്തിലുള്ള ഭക്തജനങ്ങൾക്ക് എല്ലാം അറിയാം ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഇതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്നിട്ടും എല്ലാവർക്കും ഈ മന്ത്രം ലഭിച്ചു. ഈ മന്ത്രം ജപിച്ചാൽ മാത്രം മതി നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചെത്താൻ. പക്ഷെ എന്നിട്ട് നമ്മൾ സത്സംഗം എന്തിനാണ് നടത്തുന്നത്? കാരണം മന്ത്രം എന്തായാലും ലഭിച്ചുവല്ലോ. പക്ഷേ ഈ സത്സംഗത്തിലൂടെ നമ്മൾ തത്വം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സത്സംഗം നടത്തുന്നത്. ശ്രദ്ധയോടുകൂടി ഈ സത്സംഗം കേട്ടുകൊണ്ട് നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആകണം. എന്ത് കോൺസെപ്റ്റ്? തത്വം. എന്ത് തത്വം? ജീവാത്മാവാരാണ്, നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, മായാലോകം എന്താണ്, ആധ്യാത്മിക ലോകം എന്താണ്, നമ്മൾ എങ്ങനെ ഈ മായാലോകത്തിനകത്ത് പെട്ടുപോയി എന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഈ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ലോകത്തെ കാണാൻ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ലോകത്തെ കണ്ടാൽ മാത്രമേ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോകാതിരിക്കൂ. നമ്മുടേതായിട്ടുള്ള ബലഹീനതകളെ നമുക്ക് മറികടക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തു പറ്റും? നമ്മുടെ മുമ്പിൽ മായാദേവി കാണിക്കുന്ന ഓരോരോ മായാ കുരുക്കിൽ നമ്മൾ പെട്ടുപോകും. അതിനു വേണ്ടിയാണ് നമ്മൾ തത്വം പഠിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തു പറ്റും? ഒരു സൈഡിൽ കൂടെ നമ്മൾ നാമം ജപിക്കുകയും ചെയ്യും, പക്ഷെ മായാദേവിയുടെ പിടിയിൽ നിന്ന് വിട്ടുപോകാനും നമ്മൾ തയ്യാറാവത്തില്ല. ഇതിനെക്കുറിച്ച് ശ്രീല പ്രഭുപാദ്ജിയുടെ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അതിമനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. എന്താണ്? അദ്ദേഹം പറയുന്നു, ബംഗാളിൽ ഒരു വലിയൊരു കല്യാണം നടക്കുകയായിരുന്നു. അന്നേരം കല്യാണത്തിനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും റെഡിയായി. അതിനുശേഷം പെണ്ണിൻ്റെ വീട്ടുകാരാണെങ്കിൽ അക്കരെയാണ്, ആണിൻ്റെ വീട്ടുകാർ ഇപ്പുറത്ത്. അങ്ങനെ അതിരാവിലെയാണ് വിവാഹത്തിൻ്റെ മുഹൂർത്തം. അന്നേരം രാത്രിയായി ഇവരെല്ലാം പാക്ക് ചെയ്ത് റെഡിയായപ്പോഴത്തേക്ക് അതിനുശേഷം തോണിക്കാരൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമ്മളെ അപ്പുറത്ത് എത്തിക്കുവാന്ന് പറഞ്ഞു. ഉടനെ തോണിക്കാരൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്, ഇന്നിനി തോണി അപ്പുറത്തോട്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞു. കൂടുതൽ കാശ് തരാം, എങ്ങനെയെങ്കിലും നമ്മളെ അപ്പുറത്ത് എത്തിക്കണം, അതിരാവിലെ നമുക്ക് അവിടെ അപ്പുറത്ത് കല്യാണം നടക്കേണ്ടതാണ്, അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവസാനം ഒരുവിധം തോണിക്കാരൻ എന്തായി, സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ തോണിക്കകത്ത് കയറി തുഴയാൻ തുടങ്ങി. രാത്രി മുഴുവൻ തുഴഞ്ഞു. പക്ഷേ നേരം പുലർക്കെ നോക്കുമ്പോൾ തോണി ഇക്കരെ തന്നെ കിടക്കുകയാണ്. അതിനെന്തു പറ്റി? ആ ആങ്കർ എന്ന് പറയും, നങ്കുരം അല്ലേ അമ്മേ? നങ്കുരം അല്ലേ? ആ നങ്കുരം അഴിച്ചില്ലായിരുന്നു. നങ്കുരം ആ തോണി കെട്ടി വെച്ചിരിക്കുകയാണ്. അതഴിച്ചില്ല. മുഴുവൻ ദിവസവും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരുന്നു, മുഴുവൻ രാത്രിയും തുഴഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ആ കെട്ട് അഴിച്ചില്ല. കെട്ടഴിക്കാത്തതുകൊണ്ട് എന്തായി? ഇവിടെ തന്നെ കിടക്കുകയാണ്. അന്നേരം നാമം ജപിക്കുന്നതും ഭഗവാന്റെ സത്സംഗം കേൾക്കുന്നതും തുഴയുന്നതിന് തുല്യമാണ്. നമ്മൾ ഈ സംസാര സാഗരത്തെ മറികടക്കാൻ വേണ്ടി നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഭൗതിക അസ്തിത്വം, ഭൗതിക ആഗ്രഹങ്ങൾ, ഇതിൻ്റെയൊക്കെ കെട്ട് നമ്മൾ അഴിച്ചേ പറ്റും. ആ കെട്ട് അഴിക്കാതെ നമുക്ക് ഈ സമുദ്രത്തെ മറികടക്കാൻ പറ്റത്തില്ല. അന്നേരം അതിനെ മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സത്സംഗം കേൾക്കുന്നത്. അന്നേരം മുടങ്ങാതെ നമ്മൾ സത്സംഗം കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? എൻ്റെ ജ്ഞാനം ഒന്നുമല്ല, ഇത് പരിമിതമായിട്ടുള്ളൊരു ജ്ഞാനമാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭാഗവതം, ഗീതാ ഭാഗവത തത്വം, ഗുരു പരമ്പര അനുസരിച്ച് ലഭിച്ച ആ പരമജ്ഞാനം, അതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ജ്ഞാനം പെർഫെക്റ്റാണ്. എന്നിൽ ഒരു കഴിവുകളുമില്ല. പക്ഷെ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം ബെസ്റ്റാണ്. കാരണം ഗുരു പരമ്പര അനുസരിച്ചാണ് ആ ജ്ഞാനം വരുന്നത്. അതുകൊണ്ട് അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്താണ്? ആ ജ്ഞാനത്തിലൂടെ നമുക്ക് നമ്മുടെ ബോധത്തെ ഉണർത്താനും ഉയർത്താനും പറ്റും. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചൈതന്യ ചരിതാമൃതം വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഫ്ലോ. ആദ്യത്തെ അധ്യായം ഗുരു പരമ്പരയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗുരു പരമ്പരയിലുള്ള ആചാര്യന്മാർക്ക് നമസ്കാരം കൊടുത്തിരിക്കുകയാണ്, നമസ്കാരങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം ആ ഒരു ഗുരു പരമ്പര അനുസരിച്ചാണ് ജ്ഞാനം ലഭിക്കുന്നത്.
ഞാൻ ഇടയ്ക്ക് കുറച്ചു കാലം കളരി ആശാൻ്റെ അടുത്തൊക്കെ പോയിരുന്നു. ആ കളരിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി. അന്നേരം കളരി ആശാൻ്റെ അവിടെ കളരിയിൽ പൊതുവെ നിങ്ങൾക്കറിയാമല്ലോ ഗുരുക്കൾ ഒക്കെ കാണും. അന്നേരം ഗുരു പരമ്പരയെ അവരുടെയും കാണും. അന്നേരം കളരി ആശാൻ പറയുന്നത് അടവുകൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും, പക്ഷേ കറക്റ്റായിട്ട് ഒരു യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു കഴിവുകൾ പ്രകടിപ്പിക്കേണ്ട ആ ഒരു അവസരത്തിൽ നമ്മൾ പഠിച്ച വിദ്യ നമുക്ക് ഓർമ്മയിരിക്കാനും ഓർമ്മയിലുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് പുറത്തു വരണമെങ്കിൽ ഗുരു പരമ്പരയുടെ അനുഗ്രഹം കൂടെ വേണമെന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കൂ. അന്നേരം കളരി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഈശ്വരനുമായിട്ട് ബന്ധം ഉണ്ടെങ്കിലും ആധ്യാത്മികപരമായിട്ട് നമുക്ക് കളരി എന്ന് പറയുന്നത് ഈ ഒരു ഭൗതിക ലോകത്തിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അന്നേരം ഈ ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം വേണം എന്നാണെങ്കിൽ ആത്മീയ കാര്യത്തിന് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം എന്തുമാത്രം വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതിക ലോകത്തിൽ പിന്നെയും പല കാര്യങ്ങളും നമ്മൾ സ്വയം പഠിക്കാൻ പറ്റും, പക്ഷെ ആധ്യാത്മിക കാര്യങ്ങൾ സ്വയം പഠിച്ചാൽ അതിൻ്റേതായിട്ടുള്ള അപൂർണതകൾ കാണും. ഈവൻ നമുക്കൊരു മന്ത്രം ലഭിച്ചാൽ പോലും ആ മന്ത്രം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുമ്പോൾ മാത്രമാണ് ആ മന്ത്രം പൂർണ്ണമായിട്ടും ഫലിക്കുന്നത്. അല്ലാതെ ലഭിക്കുന്ന മന്ത്രം പൊതുവെ ഇന്ന് നമ്മൾ ബുക്ക് സ്റ്റാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുക്സാണ്, ഇഷ്ടംപോലെ ബുക്സ്. ഗായത്രി മന്ത്രം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ഇങ്ങനെയാണ്, ആ ഒരു മന്ത്രം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കും. പക്ഷെ ആ മന്ത്രങ്ങളുടെ അർത്ഥം നമ്മൾ പഠിച്ചാലും ആ മന്ത്രം ജപിച്ചാലും ഗുരു പരമ്പരയിലൂടെ ആ മന്ത്രം ലഭിക്കുമ്പോൾ മാത്രമേ ആ മന്ത്രജപത്തിന് പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മന്ത്രമൊക്കെ ജപിച്ചിരിക്കും, നമുക്ക് സ്വയം അഹങ്കരിച്ചിരിക്കാൻ പറ്റും. എനിക്ക് ഗായത്രി മന്ത്രം അറിയാം, എനിക്ക് ഈ മന്ത്രം അറിയാം, എനിക്ക് ആ മന്ത്രം അറിയാം, ഞാൻ വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞിരിക്കാനല്ലാതെ നമുക്ക് ആ ഒരു സാക്ഷാത്കാരം ലഭിക്കത്തില്ല. സാക്ഷാത് ഭഗവാൻ അർജുനോട് പറയുന്നു, തത്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അർജുന, നിനക്ക് ജ്ഞാനം ലഭിക്കണമെങ്കിൽ നീ ഒരു ഗുരുവിനെ സമീപിക്കണം. ആ ഗുരു എങ്ങനെയായിരിക്കണം? ആ ഗുരു ശിഷ്യ പരമ്പര അനുസരിച്ച് വരുന്ന വ്യക്തിയായിരിക്കണം. ആ പരമ്പരയിലൂടെ നിനക്ക് ലഭിക്കുന്ന ജ്ഞാനം നിനക്ക് പൂർണ്ണമായിട്ടും സാക്ഷാത്കാരം ലഭിക്കുന്ന ജ്ഞാനമായിരിക്കും. അത് വെറും ജ്ഞാനമല്ല, സാക്ഷാത്കാരം തന്നെ ലഭിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം അതാണ് ചൈതന്യ മഹാപ്രഭു ആദ്യത്തെ അധ്യായത്തിൽ ആ ചൈതന്യ ചരിതാമൃതത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആ ഗുരു ശിഷ്യ പരമ്പരയെ നമസ്കരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ പ്രധാന വിഷയമായിട്ടുള്ള ആരാണ് ചൈതന്യ മഹാപ്രഭു എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണ്. അന്നേരം കൃഷ്ണൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അന്നേരം കൃഷ്ണൻ ആരാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിക്കും കൃഷ്ണൻ ആരാണെന്ന് ഇതിൽ എന്താണ് ഇത്ര മനസ്സിലാക്കാനുള്ളത്. പക്ഷേ നമ്മൾ കൃഷ്ണൻ ആരാണെന്ന് നമ്മുടെ മൈൻഡിൽ എന്താണോ അതല്ല യഥാർത്ഥത്തിൽ കൃഷ്ണൻ. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിൽ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ഒരു അവതാരം, അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ണിക്കണ്ണൻ വെണ്ണ മോഷ്ടിച്ച് നടക്കുന്ന ഭഗവാന്റെ ഒരു അവതാരം, അല്ലെങ്കിൽ എത്രയോ ദേവന്മാരുണ്ട് അതിൽ ഒരാളാണ് കൃഷ്ണൻ എന്നാണ് നമ്മുടെ ചിന്താഗതി. പക്ഷേ ഭഗവാൻ എന്ന സംബോധന, ഭഗവാൻ, ഈശ്വരൻ, പരമ ഈശ്വരൻ എന്നൊക്കെ ആരെയാണോ നമ്മൾ സംബോധന ചെയ്യുന്നത് ആ ഒരു വ്യക്തിയാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആരെയാണോ നമ്മൾ ഈശ്വരൻ എന്ന സംബോധന ചെയ്യുന്നത് അദ്ദേഹമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അന്നേരം എല്ലാവിധ അവതാരങ്ങളുടെയും സ്രോതസ്സാണ് ഭഗവാൻ കൃഷ്ണൻ. ബ്രഹ്മദേവൻ പറയുന്നു, നാരദ മഹർഷി പറയുന്നു. അന്നേരം പൊതുവേ 33 കോടി ദേവന്മാരുണ്ടെങ്കിലും ഭഗവാൻ എന്ന വാക്കിന് അർത്ഥവത്താക്കുന്നത് ആ ഒരു സംബോധനയ്ക്ക് പൂർണ്ണമായിട്ടും അർഹനായിട്ടുള്ളത് സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. എല്ലാവിധ അവതാരങ്ങളുടെയും സ്രോതസ്സാണ് കൃഷ്ണൻ. അന്നേരം കൃഷ്ണനെ എല്ലാവർക്കും അറിയാം, പക്ഷെ കൃഷ്ണൻ ആരാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുണ്ട്. എല്ലാവർക്കും കൃഷ്ണനെ അറിയാം, പക്ഷേ
ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ്, അദ്ദേഹത്തിൻ്റെ ശക്തികൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈഭവം എല്ലാവർക്കും അറിയത്തില്ല. പൊതുവെ ഇവിടുന്നും കേട്ട കഥകളുടെ അടിസ്ഥാനത്തിൽ കൃഷ്ണൻ ഇതാണ് അത്രയേ അറിയത്തുള്ളൂ. പക്ഷേ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് ആർക്കാണോ മനസ്സിലാക്കാൻ പറ്റുന്നത്, അവരാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ പോകുന്നത്. അതാണ് നമുക്ക് വേണ്ടുന്നത്. ആ തത്വത്തെയാണ് നമ്മൾ സാക്ഷാത്കരിക്കേണ്ടത്. അതുകൊണ്ടാണ് 2ാമത്തെ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭു ആരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ട് പറഞ്ഞിട്ട് കൃഷ്ണനെ കുറിച്ചാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അന്നേരം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ കുട്ടിക്കാലം മുതലേ നമ്മൾ കേട്ട അറിവ് വെച്ച് കൃഷ്ണൻ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയും. അന്നേരം നിങ്ങൾ വിചാരിക്കും, നമ്മൾ സത്സംഗത്തിലുള്ളവർ 1 വർഷമായിട്ട് തത്വങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ഇതൊക്കെ പുതിയ അറിവൊന്നും അല്ലല്ലോ, നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്ത വിഷയമല്ലേ, കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷേ നമ്മുടെ സത്സംഗം കുറച്ച് പേർ പുതിയ ഭക്തരുമുണ്ട്. പിന്നെ ഈ സത്സംഗം ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഭക്തജനങ്ങൾ കാണും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ തത്വം വീണ്ടും ഒന്നും കൂടെ പറയുന്നത്. അന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് സാക്ഷാത് ഭഗവാനാണ്. അന്നേരം പൊതുവെ 33 കോടി ദേവന്മാരുണ്ടെങ്കിലും ഈ 33 കോടി ദേവന്മാരുടെയും പരമ ഈശ്വരൻ, ഈ 33 കോടി ദേവന്മാരെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി. അന്നേരം ആ ഭഗവാൻ കൃഷ്ണനാണ്. അന്നേരം നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പേ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി UP-യിൽ വൃന്ദാവനം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്നു, അല്ലെങ്കിൽ മഥുരയിൽ ജനിച്ചു, അവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോയി വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോയി, അതിനുശേഷം എന്തായി, പിന്നെ മഥുരയിൽ വന്നു, കംസനെ വധിച്ചു, അതിനുശേഷം ദ്വാരകയിൽ പോയതിനു ശേഷം അവിടെ കുറേ കാലം ജീവിച്ചു. അങ്ങനെ 120 വർഷത്തിന് ശേഷം ആൾ മരിച്ചു. അതാണോ കൃഷ്ണൻ? അല്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു കുട്ടിയായിട്ട് ജനിച്ചു, അതിനുശേഷം 120 വർഷത്തോളം ജീവിച്ചതിന് ശേഷം മരിച്ചു, അതോടുകൂടി ആൾ തീർന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പൂജിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മളെപ്പോലെ ജനന മരണത്തിൻ്റെ ഉള്ളിലാണ് കൃഷ്ണനെങ്കിൽ നമ്മൾ എന്തിന് അദ്ദേഹത്തെ പൂജിക്കണം? അദ്ദേഹത്തെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇനി മറ്റു ചിലർ അദ്ദേഹത്തെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കാണുന്നു. അതായത് സാക്ഷാൽ വിഷ്ണു തന്നെ വസുദേവന്റെ മകനായിട്ട് ജനിച്ചു, അതിനുശേഷം എന്തായി, വൃന്ദാവനത്തിലേക്ക് പോയി, ലീലകളൊക്കെ ആടി, അതിനുശേഷം കംസനെ വധിച്ചു, എല്ലാ അസുരന്മാരെയൊക്കെ വധിച്ചു, മഹാഭാരതം അതൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്താണ്, 120 വർഷത്തോളം ജീവിച്ചതിന് ശേഷം അതിനുശേഷം എന്തായി, തിരിച്ച് വിഷ്ണുവിലേക്ക് ചെന്ന് ചേർന്നു. ഇങ്ങനെയാണ് ചിലവർ വിചാരിക്കുന്നത്. ചിലവരല്ല, കൂടുതൽ ആൾക്കാരും. ഗീതാഭാഗവതം പൂർണ്ണമായിട്ട് അറിയാത്ത വ്യക്തികളൊക്കെ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ്റെ ലീലകളെ നമ്മൾ സ്മരിക്കുന്നു. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഗോവിന്ദ ഗോപീജന വല്ലഭ ഗോവർദ്ധന ഗിരിവർധാരി എന്നൊക്കെ പറയുന്നു. നമ്മൾ വൃന്ദാവനത്തിൽ പോകുന്നു. അന്നേരം അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർക്കാൻ വേണ്ടിയാണ് അവിടെ പോകുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയ അല്ലേ, നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഓർമ്മകൾ. കുട്ടിക്കാലത്ത് നമ്മൾ കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ച സ്ഥലങ്ങളൊക്കെ കാണുന്നു. ഇവിടെയായിരുന്നു ഞാൻ ഇത് കളിച്ചത്, ഇവിടെയാണ് കുട്ടിയും കോലും കളിച്ചത്, ഇവിടെയാണ് ഞാൻ ഗോലി കളിച്ചത്, അല്ലെങ്കിൽ ഇവിടെയാണ് ഊഞ്ഞാലാടിയത് എന്നതുപോലെയാണോ വൃന്ദാവനം? അല്ല, നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് കുറച്ചു പേർ. യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഒരു ലോകം, ഗോലോക വൃന്ദാവനം, എന്നെന്നും നിലനിൽക്കുന്ന ഒരു ലോകമാണ്. അദ്ദേഹം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്നു. അതിൻ്റെ അർത്ഥം 5000 വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഇല്ല എന്ന അല്ല. അതായത് ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പേ കൃഷ്ണൻ ഇല്ല എന്നല്ല. ഭഗവാൻ പോയതിനു ശേഷം കൃഷ്ണൻ ഇവിടെ നിന്നും അപ്രത്യക്ഷമായി എന്നാണ്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷമായി. പക്ഷേ കൃഷ്ണൻ ഇപ്പോൾ ഇല്ല എന്നല്ല. ശ്രീകൃഷ്ണൻ എന്നും ഉണ്ട്. അവതാരം എടുക്കുന്നതിന് മുമ്പേയും അവതാരത്തിന് ശേഷവും എപ്പോഴും ഭഗവാനുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴും ഉണ്ട്.
അദ്ദേഹമാണ് വിഷ്ണു രൂപമെടുത്ത് ഓരോ ലോകങ്ങളെയും പരിപാലനം ചെയ്യുന്നത്. അദ്ദേഹം എടുത്ത ഓരോ അവതാരങ്ങൾ, വരാഹസ്വാമി ആയാലും നരസിംഹം, ഇപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു നരസിംഹമോ, അങ്ങനെ ഓരോരോ അവതാരങ്ങൾക്കും ആ ഭഗവാന്റേതായിട്ടുള്ള വൈകുണ്ഠ ലോകങ്ങളുണ്ട്. നമ്മുടെ ഭൗതിക ലോകത്തിനപ്പുറത്തായിട്ടുള്ള വിരജാ നദിക്ക് അപ്പുറത്തായിട്ട് വൈകുണ്ഠ ഗ്രഹങ്ങൾ ആരംഭിക്കുന്നു. അവിടെ ഓരോ ഭഗവാന്റെ അവതാരങ്ങൾക്കും വൈകുണ്ഠ ഗ്രഹങ്ങളുണ്ട്. അവിടെ നരസിംഹ ലോകമുണ്ട്. അവിടെ നരസിംഹ ലോകത്തിൽ ഭഗവാൻ നരസിംഹ രൂപത്തിൽ എപ്പോഴും ഇരിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ എല്ലാം ഉറവിടം ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇതിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഭക്തൻ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹം സത്സംഗം എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അത് ഒരു ഹിന്ദി നടനെ ഉപമിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഒരിക്കൽ അദ്ദേഹം റിക്ഷയിൽ ഇരുന്നപ്പോൾ റിക്ഷ ഡ്രൈവർ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കൃഷ്ണ കൃഷ്ണ എന്ന് എന്തിനാണ് പറയുന്നത്, ഒരുപാട് ദേവന്മാരില്ലേ എന്ന്. അന്നേരം ഇദ്ദേഹം ഒരു ഉദാഹരണം നൽകി, ഒരു സിനിമാ നടൻ്റെ ഉദാഹരണം. അന്നേരം ഞാൻ നമ്മുടെ മലയാളത്തിലായതുകൊണ്ട് നമ്മൾ മലയാളത്തിലെ ഒരു നടൻ്റെ ഉദാഹരണം നൽകാം അല്ലേ, ആരുടെയെങ്കിലും ഒരു നടൻ്റെ, ഇപ്പോൾ മോഹൻലാലേട്ടൻ. അന്നേരം ലാലേട്ടൻ്റെ ഉദാഹരണം നൽകുകയാണെങ്കിൽ അദ്ദേഹം പല പല കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പണ്ടത്തേതായിട്ടുള്ള ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തു പറയുന്നത് നരസിംഹം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ ഓരോരോ കിരീടം, അങ്ങനെയുള്ള പല പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നേരം ഈ ഓരോ സിനിമകളിലും അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി ഒരാൾ തന്നെയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ഓരോരോ കഥാപാത്രങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. അന്നേരം അതേപോലെ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം പല പല രൂപങ്ങൾ എടുക്കുകയാണ് ഓരോരോ അവതാരങ്ങളിലൂടെ. വിഷ്ണുവായിട്ടും അദ്ദേഹം തന്നെയാണ് വരുന്നത്. വിഷ്ണു രൂപം എടുത്തുകൊണ്ട് അദ്ദേഹം പരിപാലനം ചെയ്യുന്നു. നാരായണ രൂപം എടുക്കുന്നു, നരസിംഹ രൂപം എടുക്കുന്നു, വരാഹ രൂപം എടുക്കുന്നു, മത്സ്യമായിട്ട് വരുന്നു, കൂർമ്മമായിട്ട് വരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം കൃഷ്ണനാണ്. അദ്ദേഹം രാമനായിട്ട് വരുന്നു. പക്ഷെ വ്യക്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ലാലേട്ടൻ ആ ഓരോരോ കഥാപാത്രങ്ങൾ അഭിനയിച്ചത്, ആ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സിനിമയിൽ കാണുമ്പോൾ മാത്രമാണ് ആ ഒരു കഥാപാത്രം. സിനിമയിൽ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വീടുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഫാമിലി ഉണ്ട്, മകൻ, ഭാര്യ, അല്ലെ, വീട്, അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ലൈഫുണ്ട്. അതേപോലെ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പേഴ്സണൽ ലൈഫുണ്ട്. അതാണ് വൃന്ദാവനം, അതാണ് ശ്രീകൃഷ്ണൻ. അന്നേരം ഈ അവതാരങ്ങൾ ഒന്നും എടുക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ പിന്നെ ഈ രൂപങ്ങൾ, വിഷ്ണു രൂപങ്ങൾ ഒന്നും എടുക്കാത്ത സമയത്ത്, പരിപാലനം ചെയ്യാതിരിക്കുമ്പോൾ ഭഗവാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം കൃഷ്ണരൂപത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം എപ്പോഴും കൃഷ്ണരൂപത്തിൽ ഇരുന്നു കൊണ്ട് വൃന്ദാവനത്തിൽ ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ലീല എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ട് ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ലീല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, കൃഷ്ണനും വിഷ്ണു ഒന്നല്ലേ? അതാണ് ഞാൻ ഇപ്പം പറഞ്ഞു വന്നത്. ഇപ്പോൾ ചിത്രത്തിൽ അഭിനയിച്ച മോഹൻലാൽ, ആ ഒരു കഥാപാത്രത്തിന് ഒരു പേരില്ലേ? എന്തുവാണ് ചിത്രത്തിലെ പേര് സുമേഷ്? ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പേരെന്താണ് അറിയോ? അല്ലെങ്കിൽ കിരീടത്തിൽ എന്തുവാ? സേതുരാമൻ. അപ്പം കിരീടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് സേതുരാമനാണ്. അതിൻ്റെ അർത്ഥം സേതുരാമൻ ഒരു കഥാപാത്രം അല്ലേ? അന്നേരം ഒറിജിനലി അദ്ദേഹം ആരാണ്? മോഹൻലാലാണ്. അല്ലെങ്കിൽ പിന്നെ സാഗർ എലിയാസ് ജാക്കി, അന്നേരം അതും അദ്ദേഹത്തിൻ്റെ പേരാണ്. ഒറിജിനലി അദ്ദേഹം സാഗർ എലിയാസ് ജാക്കിയാണോ? അല്ല. ഇപ്പം ലൂസിഫർ, അദ്ദേഹം ലൂസിഫർ ആണോ? അല്ല. ഒറിജിനലി അദ്ദേഹം ആരാണ്? അദ്ദേഹം മോഹൻലാലാണ്. അതേപോലെ ഒറിജിനലി ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം വിഷ്ണുവായിട്ട് വരുന്നു, നരസിംഹമായിട്ട് വരുന്നു. അന്നേരം ഓരോരോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഓരോരോ അവതാരങ്ങൾ ഭഗവാൻ എടുക്കുന്നുണ്ട്. ഒരാൾ പറയുന്നു 10 അവതാരങ്ങൾ. അതാണ് നമ്മുടെ സത്സംഗത്തിൽ പുതിയുള്ള ആൾക്കാരാണ്. അന്നേരം 10 അവതാരമല്ല കൃഷ്ണനുള്ളത്. അതിന് നമ്മൾ നോക്കേണ്ടത്
ഭഗവത്ഗീതയിലെ ശ്ലോകം എന്താണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഭവതി ഭാരത, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി വരുന്നു അപ്പോഴൊക്കെ ഞാൻ അവതരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഓ, വിഷ്ണു എന്നാണ് പേരല്ലേ? ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പേര് വിഷ്ണു എന്നാണ്. അന്നേരം ഇതൊക്കെ ഓർമ്മയുണ്ടല്ലേ? അന്നേരം ഭഗവാൻ എന്ന് പറയുന്നത് വ്യക്തി, ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പല പല രൂപങ്ങളെടുക്കുന്നു. എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ലേ? അന്നേരം ദശാവതാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭഗവാന് 10 അവതാരമേ ഉള്ളൂ എന്നാണ്. ഞാനിത് സത്സംഗത്തിൽ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ദശാവതാര സ്തോത്രത്തിൽ നിന്നാണ് ദശാവതാരം എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ദശാവതാരം എന്ന് പറയുന്നത് ഭഗവാന്റെ അസംഖ്യം അവതാരങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട 10 അവതാരം. പ്രധാനം എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ്സ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് നടക്കുമ്പോൾ, ഇപ്പോൾ ഒരു 2020 മാച്ച് എത്രയായിരിക്കും? ഒരു 6 hours കളിയാണെങ്കിൽ അതിൻ്റെ ഹൈലൈറ്റ്സ് നോക്കിയാൽ ഒരു 15 മിനിറ്റ് കാണും. അതിലെ വിക്കറ്റ് വീണതും 6ഉം 4ഉം അടിച്ചതും അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കാണിക്കും. അന്നേരം അതേപോലെ ഭഗവാൻ ചെയ്ത അസംഖ്യം അവതാരങ്ങളിൽ നിന്നും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന, നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ പറ്റുന്ന, എടുത്തു നിൽക്കുന്ന അങ്ങനെയുള്ള കുറച്ച് അവതാരങ്ങളാണ് ദശാവതാരത്തിൽ വരുന്നത്. മോഹിനി രൂപം ഉണ്ടല്ലോ, അതെ, ഭഗവാന്റെ മോഹിനി രൂപമുണ്ട്, പക്ഷെ ദശാവതാരത്തിൽ വരുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഭഗവാൻ അസംഖ്യം രൂപങ്ങളുണ്ട്. അന്നേരം ഈ അസംഖ്യം അവതാരങ്ങൾ, മോഹിനി മാത്രമല്ല, കപില മുനിയുണ്ട്, വ്യാസമഹർഷിയുണ്ട്, ഇതെല്ലാം ഭഗവാന്റെ അവതാരങ്ങളാണ്. ഋഷഭദേവനുണ്ട്, ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ്. ഭാഗവത്തിൽ എടുത്തു പറയുന്ന 24 അവതാരങ്ങൾ ഭഗവാന്റെ. അന്നേരം ഈ അവതാരങ്ങളെ എന്തുകൊണ്ട് ദശാവതാരത്തിൽ പറയുന്നില്ല? അത് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദശാവതാര സ്തോത്രം എഴുതിയത് ആരാണ്? ജയദേവ കവികളാണ്. ജയദേവ കവികൾ എന്തിനാണ് ദശാവതാര സ്തോത്രം എഴുതിയത്? അഷ്ടപതിക്ക് വേണ്ടി. അഷ്ടപതിയിൽ എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീമതി രാധാറാണിയുടെയും അഷ്ടകായ ലീലകളെ വർണ്ണിക്കുന്നതാണ് ഈ അഷ്ടപതി. ഈ അഷ്ടപതിയിലൂടെ ശ്രീമതി രാധാറാണിയും ഗോപികമാരും ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ലീലകളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അന്നേരം ആ ലീലകളൊക്കെ കേൾക്കുമ്പോൾ സാധാരണ വ്യക്തികൾ ഭഗവാൻ ഒരു സാധാരണ ആണും പെണ്ണും ആയിട്ടുള്ള ബന്ധം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കും. ഇത് ഈ ലോകത്തിൽ കാണുന്ന കാമുക ബന്ധമല്ലേ എന്ന് ചെയ്ത്. അന്നേരം അങ്ങനെയുള്ള തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം ദശാവതാര സ്തോത്രം എഴുതിയിരിക്കുന്നത്. എന്താണ്? ഈ ഒരു വ്യക്തി സാധാരണ വ്യക്തിയല്ല. ഈ കേശവനാണ് നരസിംഹമായിട്ട് വന്നിരിക്കുന്നത്, ഈ കേശവനാണ് മത്സ്യമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയുകയാണ്. അതായത് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു അവതാരം എടുത്തിരിക്കുന്നത്, ഇദ്ദേഹം തന്നെയാണ്. അന്നേരം ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തി സാധാരണ വ്യക്തിയല്ല. ഇദ്ദേഹം ഇത്രയും അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഗോപികമാരുമായിട്ട് ലീലകളാടുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം സാധാരണ നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന കാമുക ബന്ധമല്ല, ഇത് കാമക്കേളികളൊന്നുമല്ല. ഇത് പരിശുദ്ധ കൃഷ്ണപ്രേമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തി. ഓരോ ഗോപികമാരും ഭഗവാനെ സ്വന്തം പതിയായിട്ട് ലഭിക്കാൻ ആഗ്രഹിച്ചു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ലീലകളാടുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദശാവതാര സ്തോത്രം കൊണ്ടുവന്നത്. അന്നേരം ആ ദശാവതാര സ്തോത്രത്തിന് ശേഷമാണ് അഷ്ടപതി ആരംഭിക്കുന്നത്. അന്നേരം ഈ ദശാവതാര സ്തോത്രം കൂടുതൽ പേർക്കും അറിയാം. അങ്ങനെയാണ് 10 അവതാരം എന്ന് നമ്മുടെ ഉള്ളിൽ ആയത്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാന് അസംഖ്യം അവതാരങ്ങളുണ്ട്. അതിൽ ഹൈലൈറ്റായിട്ട് എപ്പോഴും പറയുന്നത് ഈ 10 അവതാരങ്ങളാണ്. പക്ഷേ ഈ 10 അവതാരത്തിൽ സത്യം പറഞ്ഞാൽ കൃഷ്ണനില്ല. ദശാവതാര സ്തോത്രത്തിൽ കൃഷ്ണനില്ല. ദശാവതാര സ്തോത്രത്തിൽ ബലരാമനെക്കുറിച്ച് പറയുന്നു. ബലരാമനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നേരെ പറയുന്നത് ബുദ്ധനെക്കുറിച്ചാണ്. ഓരോരോ അവതാരങ്ങളെക്കുറിച്ച് മത്സ്യം, കൂർമ്മം, വരാഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം ബലരാമനെക്കുറിച്ചും അവതാരമായിട്ട് പറയുന്നു. ബലരാമന് ശേഷം കേശവൻ ബലരാമനായിട്ട് വന്നു, കേശവൻ ബുദ്ധനായിട്ട് വന്നു എന്നാണ് പറയുന്നത്.
പിന്നെ കൽക്കിയെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം പൊതുവേ പല ആൾക്കാരും അവരവരുടേതായിട്ടുള്ള മൈൻഡ് സെറ്റ് അനുസരിച്ച് ഓക്കെ ബലരാമൻ കഴിഞ്ഞിട്ട് കൃഷ്ണനല്ലേ വരണ്ടേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ പേരും കൂടി ഇടും. പക്ഷേ യഥാർത്ഥത്തിൽ ദശാവതാരത്തിൽ കൃഷ്ണൻ്റെ പേരല്ല വരുന്നത്. ദശാവതാര സ്തോത്രം എടുത്ത് നോക്കൂ. നമ്മൾ പാടുന്ന തവ കര കമലവരേ നഖാ അത്ഭുത ശൃംഗ, ഇത് ദശാവതാര സ്തോത്രത്തിൽ നിന്നാണ്. അതിലാണ് ജയ ജഗദീഷ് ഹരേ എന്ന് നമ്മൾ പറയത്തില്ലേ. ഇത് ഭഗവാന്റെ ഓരോ അവതാരത്തിനും ജയ ജഗദീഷ് ഹരേ, ജയ ജഗദീഷ് ഹരേ, ജയ ജഗദീഷ് ഹരേ എന്ന് പറയും. അതായത് ആ ദശാവതാര സ്തോത്രത്തിൽ നിന്നാണ് കേശവദ്രീത നരഹരി രൂപ ജയ ജഗദീശ ഹരേ. കേശവദ്രീത, കേശവൻ എടുത്തു നരഹരി രൂപം. ആ കേശവൻ, ആ ജയ ജഗദീശന് ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ. കേശവദ്രീത, കേശവൻ നരഹരിയായിട്ട് വന്നു. ആ കേശവൻ എൻ്റെ പ്രണാമങ്ങൾ. കേശവൻ ആരാണ്? അവിടെ ഗുരുവായൂരപ്പൻ. ആ കേശവൻ എൻ്റെ പ്രണാമങ്ങൾ. ആ ജയ ജഗതി, ആ കേശവൻ ജയിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷെ കേശവൻ കൃഷ്ണനായിട്ട് വന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? കേശവൻ തന്നെയാണ് കൃഷ്ണൻ. അന്നേരം ദശാവതാര സ്തോത്രം എടുത്ത് നോക്കിയാൽ അതിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞു വരുന്നില്ല. കാരണം കേശവൻ എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ ഒരു കൺഫ്യൂഷൻസിനെയൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിലെ 2ാമത്തെ അധ്യായം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതാണ് ബ്രഹ്മദേവനും കൃഷ്ണനുമായിട്ടുള്ള ഒരു സംവാദം നടക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള സംവാദം. ഈ ലീല എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മൾ ഒന്നുകൂടെ ചർച്ച ചെയ്യുകയാണ്. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ സത്സംഗത്തിൽ കുറച്ച് പുതിയതായിട്ടുള്ള ഭക്തരുമുണ്ട്. അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി. ഒരിക്കൽ എന്ത് സംഭവിച്ചു? അഘാസുരനെ ഭഗവാൻ വധിച്ചു. അഘാസുരൻ എന്ന് പറയുന്നത് വലിയ ഒരു പെരുമ്പാമ്പ് അല്ലെങ്കിൽ മലമ്പാമ്പ്. പെരുമ്പാമ്പ് മലമ്പാമ്പ് ഒന്നല്ലേ? ആണോ? ഏകദേശം ആണോ? ഏകദേശം ഒന്നാണ്. രണ്ടിൻ്റെ നിറത്തിൻ്റെ വ്യത്യാസമുണ്ടല്ലേ? രണ്ടുപേരും പക്ഷെ മെഴുങ്ങും അല്ലേ? പെരുമ്പാമ്പും മലമ്പാമ്പും ഏകദേശം അഘാസുരൻ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. അന്നേരം അഘാസുരൻ വലിയ ഒരു പാമ്പിൻ്റെ രൂപം എടുത്തിട്ട് അവിടെ വൃന്ദാവനത്തിൽ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഭഗവാനും ഭഗവാന്റെ കൂട്ടുകാരും ഒക്കെ കളിച്ചു രസിച്ചിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെല്ലാം പറഞ്ഞു, അവിടെ എന്തോ ഒരു ഗുഹ പോലെ ഒരു സാധനം ഇരിക്കുന്നു, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട്, ഈ പെരുമ്പാമ്പിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ സഹോദരനാണ് ബകാസുരൻ, ഇവൻ്റെ സഹോദരിയാണ് പൂതന. നല്ല ഫാമിലി അല്ലേ? നല്ല ബെസ്റ്റ് ഫാമിലിയാണ്. അന്നേരം ഇവരെ രണ്ടുപേരെയും വധിച്ചു. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. അതിനോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് ആ അഘാസുരൻ എന്ത് ചെയ്തു? അങ്ങോട്ട് തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നു വെച്ചിട്ട് എല്ലാ വൃന്ദാവനവാസികളെയും ഭഗവാന്റെ കൂട്ടുകാരെയും പശുക്കളെയും അകത്താക്കിയതിന് ശേഷം ഭഗവാനെയും കൂടെ അകത്താക്കിയിട്ട് ഫുൾ ഫിനിഷ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അന്നേരത്തേക്ക് എന്ത് ചെയ്തു? അഘാസുരൻ തുറന്ന് ഇങ്ങനെ വെച്ച സമയത്ത് ഭഗവാനും ഭഗവാന്റെ കൂട്ടുകാരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അന്നേരം കൂട്ടുകാരുടെ ശ്രദ്ധ, ഒരു ഗുഹ ഇരിക്കുന്നു, നല്ല രസമുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. എന്നിട്ട് അവൻ്റെ നാവാണെങ്കിൽ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കുക. അന്നേരം കൂട്ടുകാരെല്ലാം അതിലിങ്ങനെ ചവിട്ടി നല്ല സന്തോഷത്തോടു കൂടി, കൊള്ളാമല്ലോ, നല്ല സ്ഥലം എന്ന് പറഞ്ഞിട്ട് നേരെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഭഗവാൻ കൃഷ്ണൻ മനസ്സിലായി, എല്ലാവരും അകത്തുപോയി. പശുക്കളും ഭഗവാന്റെ കൂട്ടുകാരും പശുക്കളും എല്ലാം അകത്തുപോയി. കൃഷ്ണന് മനസ്സിലായി ഇത് ആപത്താണെന്ന് മനസ്സിലാക്കി ഭഗവാൻ എന്ത് ചെയ്തു? നേരെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയതും അവൻ എന്ത് ചെയ്തു? ഈ പെരുമ്പാമ്പ് എങ്ങനെയാണോ ഇങ്ങനെ തിരിയുന്നത് അല്ലേ, അകത്തോട്ട് കയറിയതിനു ശേഷം ആ അസ്ഥികളെ എല്ലാം കൂടെ ഇങ്ങനെ അമർത്തും. അന്നേരം അകത്തുള്ള ആ ഒരു ജീവിയുടെ അസ്ഥികളൊക്കെ ഇടിഞ്ഞമർന്ന് ഒരു പൊടിയാകും. മനസ്സിലായില്ലേ? അസ്ഥികളൊക്കെ പൊടിഞ്ഞ് ക്രഷ് ചെയ്യും. അവരുടെ ആ പാമ്പിൻ്റെ ഉള്ളിലുള്ള എല്ലുകൾ വെച്ച് ക്രഷ് ചെയ്യും. അന്നേരം അതേപോലെ അഘാസുരൻ എന്ത് ചെയ്തു? ഈ കൂട്ടുകാരെയും ഭഗവാനെയും പശുക്കളെ എല്ലാം കൂടെ അമർത്തി ഞെരിച്ച് കൊല്ലാനുള്ളൊരു പരിപാടിയായിരുന്നു. അന്നേരത്തേക്ക് അകത്തോട്ടായി ഭഗവാന്റെ പശുക്കളും കൂട്ടുകാരും എല്ലാം. കൃഷ്ണനും അകത്തിരിക്കുകയാണ്. അന്നേരത്തേക്ക് അകത്ത് കയറിയ ഉടനെ കൂട്ടുകാരെല്ലാം ബോധം കിട്ടുപോയി. അതിനുശേഷം ആ അഘാസുരൻ ആ അസ്ഥികളെ ഇങ്ങനെ അമർത്തി എല്ലാവരെയും പൊടിയാക്കാനുള്ളൊരു പരിപാടിയായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ഭഗവാൻ അങ്ങോട്ട് വലുതാകാൻ തുടങ്ങി. ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങ് വലുതായി.
വലുതായപ്പോഴത്തേക്ക് ഇവനെ ശ്വാസം വിട്ടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഭഗവാൻ ആ എല്ലുകളെയൊക്കെ പിടിച്ചൊടിച്ചു. അതിനുശേഷം ശക്തമായിട്ട് അവൻ്റെ വയറ് കീറി ഭഗവാൻ പുറത്തു വരികയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പുറത്തു വന്നു. എന്നിട്ട് കൂട്ടുകാരെയും പശുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് ഭഗവാൻ ഓടക്കുഴൽ ഊതിയപ്പോൾ ആ ഒരു ജലം കൊണ്ട് എല്ലാവർക്കും അവരുടെ ബോധം തിരിച്ചെത്തുകയാണ്. കൂട്ടുകാർക്കെല്ലാം വലിയ സന്തോഷം. അവർ എന്താ സംഭവിച്ചതൊന്നും അറിയത്തില്ല. പശുക്കൾക്കും അവരുടെ ബോധം തിരിച്ചു കിട്ടി. എല്ലാവരും വന്ന് ഭഗവാനെ, കൃഷ്ണനെ അങ്ങ് പൊക്കി. കൃഷ്ണനാണോ ഈ അകാസുരനെ കൊന്നത്? നമ്മുടെ കൃഷ്ണൻ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. കൃഷ്ണനെ അങ്ങോട്ട് എല്ലാവരും പൊക്കാൻ തുടങ്ങി. അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ ഒരു ബ്രഹ്മദേവൻ്റെ ശിഷ്യൻ ഭാനു. സത്യലോകത്തിൽ, ബ്രഹ്മലോകത്തിൽ വസിക്കുന്ന ഭാനു എന്ന് പറയുന്നൊരു വ്യക്തി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭാനു ഇത് കണ്ടിട്ട് ആശ്ചര്യചകിതനായിപ്പോയി. കാരണം ദേവലോകത്തെല്ലാം ന്യൂസ് സ്പ്രെഡായി. ഇതാണ് ഈ വൃന്ദാവനത്തിലെ കൃഷ്ണൻ, 7 വയസ്സുള്ള കൃഷ്ണൻ ദാ ഒരു അകാസുരനെ പോലെ ശക്തനായിട്ടുള്ള ഒരു അസുരനെ ദാ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ്. അന്നേരം അകാസുരൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് പോലും വലിയ പേടിയാണ്, വലിയ ഭയമാണ്. അന്നേരം എല്ലാവരും അത്ഭുതപരമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എങ്ങനെ കൃഷ്ണൻ ഇത് ഒപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഭാനുവിന് ഭയങ്കര കൺഫ്യൂഷൻ. കാരണം നമുക്കേ മനസ്സിലാവുന്നില്ല കൃഷ്ണൻ ആരാണ്. അല്ലേ സുമേഷ് പ്രഭു? അല്ലേ? നമുക്കേ മനസ്സിലാവുന്നില്ല കൃഷ്ണൻ ആരാണെന്ന്. പിന്നെ ബ്രഹ്മദേവൻ, ഇത്രയൊക്കെ നമ്മൾ ഭാഗവതവും ഗീതയും എല്ലാം ലഭിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം ആ സമയത്ത്, ഒന്നും അറിയാത്ത സമയത്ത് ദേവന്മാർക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇപ്പം പിന്നെയും ഭാഗവതത്തിൽ വ്യക്തമായിട്ട് ആചാര്യന്മാർ പറയുന്നത് ഇത് ഭഗവാനാണ്. അന്നേരം അന്നത്തെ കാലത്ത് ഭാഗവതത്തിൻ്റെ ഒന്നും പിന്നെയാണ് വരുന്നത്. അതിൽ ആചാര്യന്മാരുടെ അനുഗ്രഹം ഇല്ലാതെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അന്നേരം ദേവന്മാർക്ക് പോലും മനസ്സിലാവുന്നില്ല, പിന്നെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവും? അങ്ങനെയും നമുക്ക് തിരിച്ച് ചിന്തിക്കാം. അങ്ങനെ ഭാനുവിന് വലിയ കൺഫ്യൂഷനായി. ഈ കൊച്ചുകുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ അസുരനെ കൊന്നത്? അങ്ങനെ ഈ ന്യൂസ് നേരെ ബ്രഹ്മദേവൻ്റെ അടുത്തേക്ക് എത്തിച്ചു. നമ്മൾ വൃന്ദാവനത്തിൽ പോയി, ബ്രഹ്മകുണ്ടിൽ, ഓർമ്മയില്ലേ സുമേഷ് പ്രഭു? അവിടെ വെച്ചാണ് ഈ ലീല നടന്നത്. അന്നേരം ബ്രഹ്മകുണ്ടിൽ നമ്മൾ പോയിരുന്നു. അവിടെയാണ് ഈ ലീല നടന്നത്. അന്നേരം ബ്രഹ്മദേവൻ വളരെയധികം കൺഫ്യൂഷനിലായി. ബ്രഹ്മദേവൻ വിചാരിച്ചു, എങ്ങനെയാണ് ഈ അകാസുരനെ കൃഷ്ണൻ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് തല പുകഞ്ഞ് അവസാനം ബ്രഹ്മദേവൻ വിചാരിച്ചു, ഈ കുട്ടിയെ ഒന്ന് പരീക്ഷിക്കണമല്ലോ, കൃഷ്ണൻ്റെ ശക്തികളെയൊക്കെ ഒന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ കൃഷ്ണനെ പരീക്ഷിക്കാനായിട്ട് അദ്ദേഹം നേരെ ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഭഗവാൻ എല്ലാ കൂട്ടുകാരെയും ഇങ്ങനെ റൗണ്ടായിട്ട് ഇരുത്തിയതിന് ശേഷം കൃഷ്ണൻ നടുക്കിരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പശുക്കളെല്ലാം മേയ്ക്കാനായിട്ട് വിട്ടു. പശുക്കളൊക്കെ ഒരാൾ ചോദിക്കുന്നു, ഭക്തൻ ചോദിക്കുന്നു, ബ്രഹ്മദേവൻ ഇതറിയില്ല. അതാണ് പറയുന്നത്, ബ്രഹ്മദേവൻ കൃഷ്ണനെ കണ്ടിട്ടില്ല. ബ്രഹ്മദേവൻ വിഷ്ണു രൂപത്തിലാണ് കൃഷ്ണനെ കണ്ടിട്ടുള്ളത്. അന്നേരം ക്ഷീരസാഗരത്തിൽ പോയി പാലാഴിക്കരയിൽ ചെന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇത് ഭാഗവത്തിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതായത് ദശമസ്കന്ധം ആരംഭിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും ചേർന്ന് ഭൂമിദേവി ഉൾപ്പെടെ ഭൂഭാരം തീർക്കാൻ അങ്ങ് വന്നേ പറ്റൂ ഭഗവാനെ എന്ന് പറഞ്ഞ് അപേക്ഷിക്കാനായിട്ട് പോകുന്നു. ആ സമയത്ത് അവിടെ ക്ഷീരസാഗര ശയനായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തില്ല, ശബ്ദം മാത്രമേ ബ്രഹ്മദേവന് കൊടുക്കുന്നുള്ളൂ. പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ വരും, നിങ്ങൾ യദുകുലത്തിൽ ജനിക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഇത് ബ്രഹ്മദേവനറിയാം. എന്നിട്ട് വസുദേവ പുത്രനായിട്ട് ജനിക്കുമെന്നും അറിയാം. പക്ഷേ ചില സമയത്ത് മറന്നു പോകും. ബ്രഹ്മദേവനെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്താ പറയേണ്ടത്? അതായത് ഭഗവാന്റെ ലീലകൾ ബ്രഹ്മദേവനെ പോലും കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. പിന്നെ നമ്മുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. അന്നേരം ആ ഒരു നിമിഷം ബ്രഹ്മദേവന് പെട്ടെന്ന് മനസ്സിലായില്ല ഇത് സാക്ഷാത് ഭഗവാനാണ്. അത് ഭഗവാന്റെ ഒരു മായാശക്തിയും കൂടാണ്. അന്നേരത്തെ എന്ത് പറ്റി? പിന്നെ ഈ ഒരു ലീല നടന്നതുകൊണ്ട് നമുക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ ആ പരമോന്നതമായിട്ടുള്ള സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സഹായവുമായി. അല്ലെങ്കിൽ നമ്മളെല്ലാവരും വിചാരിച്ച എന്താണ്, വിഷ്ണുവിൻ്റെ ഒരു അവതാരം എന്നേ നമ്മൾ വിചാരിക്കൂ. പക്ഷേ ഈ ഒരു ലീല വന്നതോടു കൂടിയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമോന്നതമായിട്ടുള്ള ഒരു സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അന്നേരം എന്ത് പറ്റി?
ആ ബ്രഹ്മദേവൻ അവിടെ ചെന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ ഭഗവാൻ കൃഷ്ണൻ്റെ ആ കൂട്ടുകാരുമായിട്ടുള്ള കളികളൊക്കെ കണ്ടപ്പോൾ ബ്രഹ്മദേവൻ വിചാരിച്ചു, ഈ കുട്ടിയാണോ ഈശ്വരൻ? ഭഗവാനെ ഒന്ന് പരീക്ഷിക്കണം. ആ എൻ്റെ ഈശ്വരനായിട്ടുള്ള വിഷ്ണു പറഞ്ഞു വരുമെന്ന്, അദ്ദേഹം തന്നെയാണോ ഇത് എന്നാണ് പരീക്ഷിക്കേണ്ടത്. കാരണം എന്താണ്, ഭഗവാൻ വരുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ആൾ ഇത് തന്നെയാണോ എന്നാണ് പരീക്ഷിക്കുന്നത്. അതിനാണ് ബ്രഹ്മദേവൻ ഈ പണിയെല്ലാം ചെയ്തത്. പക്ഷെ അതൊരു 8ൻ്റെ പണിയായിപ്പോയി, തിരിച്ചു കിട്ടി അല്ലേ. അതിനെന്ത് ചെയ്ത് ബ്രഹ്മദേവൻ, ഇദ്ദേഹത്തിൻ്റെ ശക്തികളൊക്കെ ഒന്ന് പരീക്ഷിക്കാം, എത്രത്തോളം സിദ്ധികൾ ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം സിദ്ധന്മാർക്ക് സിദ്ധികൾ കൊടുക്കുന്ന ആളാണ്. ആര്? ഗുരുവായൂരപ്പൻ. യോഗികളുടെ ഈശ്വരനാണ് യോഗേശ്വരൻ. മനസ്സിലായില്ലേ? യോഗികളുടെ ഈശ്വരനാണ്, യോഗേശ്വരനാണ് കൃഷ്ണൻ. അന്നേരം അദ്ദേഹത്തെ ആർക്കാണ് പരീക്ഷിക്കാൻ പറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ ശക്തികളുടെ ഒരു അളവുണ്ടോ? ഒന്നുമില്ല. മനസ്സിലായില്ലേ? അന്നേരം ബ്രഹ്മദേവൻ ചെന്നിട്ട് എന്താ ചെയ്തത്? ബ്രഹ്മദേവൻ ഇങ്ങനെ നോക്കി, എല്ലായിടത്തും നോക്കുവാണ് കൃഷ്ണൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ കളിയും ചിരിയും തമാശയായിട്ട് ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ണിക്കണ്ണൻ. ഇതെല്ലാം കണ്ടിട്ട് ഭഗവാനെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂട്ടുകാരുമായിട്ട് കൃഷ്ണൻ ഇങ്ങനെ കളിയും ചിരിയും തമാശയിൽ ഏർപ്പെട്ടപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഭഗവാന്റെ പശുക്കളെ എല്ലാം അവിടുന്ന് മോഷ്ടിച്ചു. പശുക്കളെ എല്ലാം കൊണ്ടുപോയി നേരെ ബ്രഹ്മലോകത്ത് വെച്ചു. ഒറ്റ നിമിഷം കൊണ്ട് അവരെല്ലാം ബ്രഹ്മലോകത്തേക്ക് കൊറിയർ ചെയ്തു. എന്നിട്ട് ആ സമയം കൊണ്ട് ഭഗവാന്റെ കൂട്ടുകാരെല്ലാം മനസ്സിലാക്കി, ഭഗവാനെ, നമ്മുടെ കൃഷ്ണ, നമ്മുടെ പശുക്കളെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അന്നേരം ഭഗവാൻ പറഞ്ഞു, കൂട്ടുകാരെ ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു കൂട്ടുകാരോട് പറഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അന്നേരം ഭഗവാൻ പോയി പശുക്കളെ അന്വേഷിക്കാൻ പോയി. ആ സമയം കൊണ്ട് ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? കൂട്ടുകാരെയും അപ്രത്യക്ഷമാക്കി. ഭഗവാൻ കൃഷ്ണൻ വന്ന് നോക്കിയപ്പോൾ കൂട്ടുകാരും ഇല്ല, പശുക്കളും ഇല്ല. ഭഗവാൻ പറഞ്ഞു, ഇവരൊക്കെ എവിടെ പോയി? ഇങ്ങനെ പോയി. ഭഗവാൻ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഭഗവാന് മനസ്സിലായി ഇത് ബ്രഹ്മദേവൻ്റെ പണിയാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? അന്നേരത്തേക്ക് സന്ധ്യാസമയമായി, തിരിച്ച് ഭഗവാന്റെ വീട്ടിലേക്ക് പോകേണ്ട സമയമായി. ഇനി ഈ പശുക്കുട്ടികളൊക്കെയാണ്. അന്നേരം പശുക്കുട്ടികളില്ലാതെ തൊഴുത്തിൽ പോകാൻ പറ്റത്തില്ല അല്ലേ? പശുക്കളെല്ലാം അന്വേഷിക്കും പശുക്കുട്ടികളെ. അതുകൂടാതെ ഭഗവാന്റെ കൂട്ടുകാരൊക്കെ വീട്ടിൽ എത്തണ്ടേ? അമ്മമാരും അവരുടെ അച്ഛന്മാരൊക്കെ അന്വേഷിക്കത്തില്ല കുട്ടികളെ. അന്നേരം ബ്രഹ്മദേവൻ്റെ ഈ ഒരു പരിപാടി ഇവർക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഞാനും ബ്രഹ്മദേവനുമായിട്ടുള്ള കളിയല്ലേ, അതിൽ വൃന്ദാവനവാസികളെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ ഒറ്റ നിമിഷം കൊണ്ട് അസംഖ്യം രൂപങ്ങളെടുത്തു. ഭഗവാൻ തന്നെ ഭഗവാന്റെ കൂട്ടുകാരായിട്ട് മാറി. അസംഖ്യം ഗോപന്മാർ കൃഷ്ണൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അസംഖ്യം പശുക്കുട്ടികൾ കൃഷ്ണൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. പശുവിൻ്റെ കയറ് എല്ലാം കൃഷ്ണൻ തന്നെ. ബ്രഹ്മസൃഷ്ടിയിൽ പെടാത്ത പുതിയൊരു സൃഷ്ടി. അന്നേരം ബ്രഹ്മദേവൻ എന്താ വിചാരിച്ചത്? ഈ കൂട്ടുകാരും പശുക്കളും ഒക്കെ ബ്രഹ്മസൃഷ്ടിയിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് തട്ടിക്കൊണ്ടുപോയത്. അടുത്ത കോമഡി എന്താണെന്നറിയാം? അത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ഈ സത്സംഗം എൻ്റെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയാം. അന്നേരം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി, ടോട്ടൽ കൺഫ്യൂഷനാവും. അതായത് ഈ ബ്രഹ്മവിമോഹന ലീല എന്ന് പറഞ്ഞാൽ ആരെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അത്രയ്ക്ക് എന്തു പറയുന്നത്, ഫുൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഷോ ആയിരുന്നു. അതിൽ ആരും കൺഫ്യൂസ് ആയി പോകും. അന്നേരം ഭഗവാൻ കൃഷ്ണൻ്റെ കൂട്ടുകാരും ഭഗവാന്റെ പശുക്കളും എല്ലാം കൃഷ്ണൻ തന്നെ. അങ്ങനെ കൃഷ്ണൻ തന്നെ കൃഷ്ണനെയും കൊണ്ട് അസംഖ്യം കൃഷ്ണന്മാരെയും കൊണ്ട് തിരിച്ചു പോകണം. ഒന്നാലോചിച്ചു. പശുക്കളായിട്ടും കൃഷ്ണൻ, കൂട്ടുകാരായിട്ടും കൃഷ്ണൻ തന്നെ കൃഷ്ണനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാലോചിച്ചു. അതായത് കോടിക്കണക്കിന് കൃഷ്ണന്റെ കൂട്ടുകാരുണ്ട്. ആ കോടിക്കണക്കിന് കൂട്ടുകാരും കൃഷ്ണൻ തന്നെ. എന്നിട്ട് കുട്ടികളുണ്ട്. ആ പശുക്കുട്ടികളും എല്ലാം കൃഷ്ണൻ തന്നെ. അത് കൃഷ്ണന് തന്നെ ഏകദേശം ഒരു 1,00,000 പശുക്കുട്ടികളുണ്ട്. അതേപോലെ ഓരോ കൂട്ടുകാരന്മാർക്കും പശുക്കുട്ടികളുണ്ട്. ആ എല്ലാ പശുക്കുട്ടികളും കൃഷ്ണൻ തന്നെ. അന്നേരം നമ്മൾ പൊതുവെ
ചിത്രത്തിലൊക്കെ ഈ ലീല കാണുമ്പോൾ അല്ലെങ്കിൽ കാർട്ടൂണിലെ ലിറ്റിൽ കൃഷ്ണയിലൊക്കെ കാണുമ്പോൾ 4-5 കൂട്ടുകാർ, 4-5 ഒരു പശുക്കുട്ടി എന്ന് പറയുന്ന ഹംസി എന്ന് പറയുന്ന പശു. അങ്ങനെയല്ല, കോടാനുകൂടി പശുക്കളും കോടാനുകൂടി കൂട്ടുകാരും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോടാനുകൂടി കൃഷ്ണന്മാർ നിൽക്കുന്ന എങ്ങനെ ഇരിക്കും? എല്ലാം കൃഷ്ണൻ തന്നെ. എന്നിട്ട് ഒറിജിനൽ കൃഷ്ണൻ, ഒറിജിനൽ അല്ല, എല്ലാം കൃഷ്ണൻ തന്നെ. എന്നിട്ട് ഒരു കൃഷ്ണൻ ഓടക്കുള്ളിൽ ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൃഷ്ണൻ ഓടക്കുള്ളിൽ ഊതിക്കൊണ്ടിരിക്കുന്നു. ബാക്കി കൂട്ടുകാർ, കൃഷ്ണൻ തന്നെ കൂട്ടുകാരായിട്ടുള്ള കൂട്ടുകാർ കൃഷ്ണനെ ഇങ്ങനെ കളിപ്പിച്ചും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പശുക്കളും എങ്ങനെയാണോ സാധാരണ രീതിയിൽ എല്ലാ ദിവസവും പശുക്കളൊക്കെ കൃഷ്ണൻ്റെ ഓടക്കുള്ളിൽ ഇങ്ങനെ മഗ്നരായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്, അതേപോലെ കൃഷ്ണൻ തന്നെ കൃഷ്ണൻ്റെ ഓടക്കുള്ളിൽ കേട്ടിട്ട് ഇങ്ങനെ ആനന്ദിച്ചിരിക്കും. ഫുൾ അഭിനയത്തിൻ്റെ ഒരു വല്ലാത്തൊരു അഭിനയമായി. കൃഷ്ണൻ തന്നെ അസംഖ്യം രൂപങ്ങളെടുത്ത് അസംഖ്യമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ ഒരു നടൻ ഡബിൾ റോൾ എടുക്കുമ്പോൾ നമുക്ക് കൊള്ളാമല്ലോ, ഒരേ ആൾ തന്നെ 2 ക്യാരക്ടർ ചെയ്യുമ്പോൾ, 3 ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, 4 ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും, 5 ക്യാരക്ടർ, കോടിക്കണക്കിന് ക്യാരക്ടർ ഒരേ സമയത്ത് എങ്ങനെ ഇരിക്കും? ഇപ്പം സിനിമയിൽ ഡബിൾ റോൾ ചെയ്യുന്നത് ആദ്യം ഒരു വേഷമിട്ട് അഭിനയിക്കും, പിന്നെ രണ്ടാമത് വേറെ വേഷം ഇട്ട് അഭിനയിക്കും, എന്നിട്ട് രണ്ടും കൂടെ അങ്ങ് എഡിറ്റ് ചെയ്യുന്നതാണ്, അല്ലേ? അതാണ് സിനിമയിൽ ചെയ്യുന്നത്. കൃഷ്ണന് ഒരേ സമയത്ത് അസംഖ്യ രൂപങ്ങളെടുത്ത് അസംഖ്യമായിട്ട് അഭിനയിക്കാൻ പറ്റും. ആരെ കൊണ്ട്? ഇങ്ങനെ ഒരു നടൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. കംപ്ലീറ്റ് ആക്ടർ ആരാണ്? നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അന്നേരം അസംഖ്യം രൂപങ്ങളെടുത്ത് കൃഷ്ണൻ ഭഗവാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരായിട്ടും കളി, ചിരി, തമാശ. കൃഷ്ണ സാധാരണ രീതിയിൽ കൂട്ടുകാരെങ്ങനെ കൃഷ്ണനോട് സംസാരിക്കുന്നോ അതേപോലെ ഈ ഓരോ കൂട്ടുകാരും കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് സാധാരണ രീതിയിൽ കൃഷ്ണൻ ഓടക്കുള്ളിൽ ഊതുമ്പോഴത്തേക്ക് പശുക്കുട്ടികളൊക്കെ വന്ന് ഭഗവാന്റെ തൃപ്പാദം ഇങ്ങനെ നക്കുന്നത് പോലെ കൃഷ്ണൻ തന്നെ കൃഷ്ണന്റെ പാദം ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കുക. പശുക്കളെല്ലാം കൃഷ്ണന്റെ ഓടക്കുള്ളിൽ കേട്ടിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓടക്കുഴലിൽ നാദം കേട്ടുകൊണ്ട് ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരും ഇങ്ങനെ നൃത്തം ആടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൃഷ്ണൻ തന്നെ. എന്നിട്ട് ഇവരെല്ലാം വൃന്ദാവനത്തിലെത്തി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. എല്ലാ പശുത്തൊഴുത്തിലും കൃഷ്ണനുണ്ട്, എല്ലാ വീട്ടിലും കൃഷ്ണനുണ്ട്, എല്ലാ അച്ഛനമ്മമാരുടെ വീട്ടിലും കൃഷ്ണൻ തന്നെ. ഇങ്ങനെ 1 വർഷം കഴിഞ്ഞു പോയി. ഒന്ന് ആലോചിച്ചു. കാരണം ബ്രഹ്മദേവൻ ഒറ്റ നിമിഷത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയതാ. ബ്രഹ്മദേവന്റെ ഒറ്റ നിമിഷമായപ്പോഴത്തേക്ക് ഭൂമിയുടെ 1 വർഷം കഴിഞ്ഞു പോയി. പിന്നെ കോമഡി എന്ന് പറഞ്ഞ ഇതൊന്നും ബലരാമൻ അറിയുന്നില്ല. ആരാണ് ബലരാമൻ? കൃഷ്ണൻ തന്നെയാണ് ബലരാമൻ. കൃഷ്ണൻ തന്നെയാണ് ബലരാമൻ. ബലരാമൻ കൃഷ്ണന്റെ സേവനം ചെയ്യാൻ വേണ്ടി എടുത്ത രൂപമാണ് ബലരാമ രൂപം. അന്നേരം ആ ബലരാമ ഭഗവാന് പോലും, ബലരാമസ്വാമിക്ക് പോലും ഈ ലീലയെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ദിവസം എന്നാണോ ബ്രഹ്മദേവൻ കൃഷ്ണന്റെ കൂട്ടുകാരെയും പശുക്കളെയും തട്ടിക്കൊണ്ടുപോയത്, ആ ദിവസം ബലരാമസ്വാമി അവതരിച്ച ദിവസമായിരുന്നു. അതുകൊണ്ട് യശോദ അമ്മയും രോഹിണി അമ്മയും പറഞ്ഞു, മോനെ ഇന്ന് പോകണ്ട, കുറച്ച് ധർമ്മങ്ങളൊക്കെ ചെയ്യണം, ഇന്ന് മോൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്നത്തെ ദിവസം ബലരാമൻ പോയില്ല. പിന്നെ പോകാത്തത് നന്നായി. കാരണം ബലരാമനെ തട്ടിക്കൊണ്ടുപോയ ബലരാമൻ കലപ്പ എടുത്തിട്ട് തലയ്ക്ക് ബ്രഹ്മദേവന്റെ മായൊന്നും ബലരാമനെ അഫക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ഭഗവാൻ എല്ലാം സെറ്റ് ചെയ്തു. അതിനനുസരിച്ചായിരിക്കും ബ്രഹ്മദേവനും ഭഗവാന്റെ മായയിൽ പെട്ടുപോയത്. അന്നേരം അവിടെ അന്നത്തെ ദിവസം ബലരാമനില്ലായിരുന്നു. ഇനി അടുത്ത കോമഡി എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷം കഴിയാറായി. എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം ബലരാമന്റെ പിറന്നാള് ഏകദേശം അതേ സമയം എത്തി. ആ സമയം ആയിട്ടും ബലരാമന് മനസ്സിലാവുന്നില്ല എല്ലാം കൃഷ്ണനാണെന്ന്. ബലരാമൻ എങ്ങനെയാണോ നിത്യവും കൂട്ടുകാരുമായിട്ട് കളിച്ചും ചിരിച്ചും ഇരിക്കുന്നത്, അതേപോലെ ശ്രീധാമ, കൃഷ്ണ, സ്തോകകൃഷ്ണ, ഇതൊക്കെ ഭഗവാന്റെ കൂട്ടുകാരുടെ പേരുകളാണ്. അങ്ങനെ ഭഗവാന്റെ കൂട്ടുകാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും തമാശകൾ. പക്ഷേ ബലരാമന് മനസ്സിലായില്ല ഇത് കൃഷ്ണനാണെന്ന്. കൃഷ്ണനും ഒരു ഭാവ വ്യത്യാസവും ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന്
കൃഷ്ണൻ അഭിനയിക്കേണ്ടത് എപ്പോഴാണ്? ഇത് വീട്ടുകാരെ കാണിക്കാൻ വേണ്ടിയല്ലേ? അല്ല, വീട്ടുകാരുടെ അടുത്ത് എത്തുമ്പോൾ മാത്രം അഭിനയിച്ചാൽ പോരെ? പക്ഷെ കൃഷ്ണൻ അഭിനയിച്ച് തകർക്കുവാണല്ലോ. അതായത് വൃന്ദാവനം കഴിഞ്ഞിട്ട് കാട്ടിലെത്തുമ്പോഴും ആള് അഭിനയം നിർത്തുന്നില്ല. ആള് കളിച്ചും ചിരിച്ചും കൂട്ടുകാരുമായിട്ട് കളിച്ചും ചിരിച്ചിരിക്കുകയാണ്. ഇപ്പോ ഡീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മദേവൻ കൂട്ടുകാരെല്ലാവരും കൊണ്ടുപോയി അല്ലേ? കൂട്ടുകാരെല്ലാവരും കൊണ്ടുപോയി. എന്നാലും ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ കൂട്ടുകാരും ഇല്ല, പശുക്കളും ഇല്ല, പശുക്കുട്ടികളും ഇല്ല. അതുകൊണ്ടാണ് ആള് പശുക്കുട്ടിയായതും കൂട്ടുകാരനായത്. ഇനി അന്നേരം വീട്ടിലെത്തുമ്പോൾ അഭിനയിക്കുക, വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ അഭിനയം നിർത്തുക. അതല്ലേ സാധാരണ ചെയ്യുന്നത്. ആള് ഫുൾ അഭിനയത്തിലാണെന്നുള്ളതാണ്. ആൾ അഭിനയം നിർത്തുന്നതേ ഇല്ല. കണ്ടിന്യൂസ്ലി അഭിനയിച്ച് ഭഗവാനുമായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഭഗവാനുമായിട്ട് തമാശ പറയുന്നു, ഭഗവാനെ തന്നെ പറ്റിക്കുന്നു. ഇതാണല്ലോ സ്ഥിരം നടക്കുന്നത്. കൂട്ടുകാരെല്ലാം കൃഷ്ണനെ പറ്റിക്കുന്നു, അന്നേരം കൃഷ്ണൻ തന്നെ കൃഷ്ണനെ പറ്റിക്കുന്നു, പശുക്കളായിട്ട് ഭഗവാൻ മേയിച്ച് നടക്കുന്നു. ഇതെല്ലാം ഫുൾ തകർപ്പൻ ആക്ടിങ് ആണെന്നുള്ള കൃഷ്ണൻ. അന്നേരം ഇതെല്ലാം കണ്ടിട്ട് ബലരാമൻ പോലും ഭഗവാന്റെ മായയിൽ പെട്ടുപോയി എന്നുള്ളത്. ഭഗവാന്റെ ആ ഒരു വൈഭവത്തിൽ ബലരാമൻ പോലും പെട്ടുപോയി. 1 വർഷം വരെ ബലരാമന് അന്നേരം ബലരാമനിൽ നിന്നാണ് വിഷ്ണു രൂപങ്ങളൊക്കെ മനസ്സിലാക്കണം. അന്നേരം ബലരാമൻ പോലും കൃഷ്ണന്റെ മുമ്പിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അന്നേരം ബാക്കിയുള്ള വിഷ്ണു രൂപങ്ങളുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഒരേ ആളാണെങ്കിലും ഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ബലരാമൻ പോലും ആശ്ചര്യചകിതനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താണ്? അന്നേരം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ബലരാമൻ ഇങ്ങനെ നോക്കിയത്. ഇത് കൃഷ്ണനല്ലേ? ഇതും കൃഷ്ണനാണല്ലോ, ഇതും കൃഷ്ണൻ. എന്നൊരു ഇതെല്ലാം കൃഷ്ണന്മാരാണ്, പശുക്കളെല്ലാം കൃഷ്ണനാണെന്ന് ബലരാമന് 1 വർഷം എടുത്ത് മനസ്സിലാക്കണം. അന്നേരം 1 വർഷത്തോളം ബലരാമന് പോലും മനസ്സിലാവുന്നില്ല എല്ലാം കൃഷ്ണനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് കൃഷ്ണന്റെ അഭിനയം. തകർപ്പൻ ആക്ടിങ് ആയിരുന്നു. അന്നേരം 1 വർഷത്തോളം ആർക്കും ഒന്നും മനസ്സിലായില്ല. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബലരാമൻ കൃഷ്ണനോട് ഇങ്ങോട്ട് വന്നേ, എല്ലാം നീയല്ലേ? അതെ. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതെന്താ സംഭവം, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അത് ആരോടും പറയണ്ട, ബലരാമൻ ഈ ബ്രഹ്മാവ് ഒപ്പിച്ച പണിയാണ്. അന്നേരമാണ് ബലരാമന് മനസ്സിലാവുന്നത് എല്ലാം കൃഷ്ണനാണ്. ഇനി അടുത്ത കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറിജിനൽ ഭഗവാന്റെ കൂട്ടുകാരെയും ഒറിജിനൽ ഭഗവാന്റെ പശുക്കളെയും ബ്രഹ്മാവ് കൊണ്ടുപോയിട്ടില്ല. അതായത് യഥാർത്ഥത്തിൽ ബ്രഹ്മദേവൻ വന്ന് പശുക്കളെ തൊട്ട സമയത്ത് ഒറിജിനൽ പശുക്കളല്ല പോയത്, ആ പശുക്കളുടെ പ്രതിബിംബമാണ് പോയിരിക്കുന്നത്. അന്നേരം ബ്രഹ്മദേവൻ വിചാരിക്കുന്നു ഞാൻ പശുക്കളെ മോഷ്ടിച്ചു എന്ന്. പക്ഷെ ആ ഒറിജിനൽ പശുക്കളുടെ ഒരു മായാരൂപത്തെയാണ് ബ്രഹ്മദേവൻ കൊണ്ടുപോയത്. കാരണം ഭഗവാന്റെ പാർഷദരെ, ഭഗവാന്റെ പശുക്കളെയോ ഭഗവാന്റെ കൂട്ടുകാരെയോ ആർക്കും തൊടാൻ പറ്റത്തില്ല. എങ്ങനെയാണോ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി രാവണൻ പോയപ്പോൾ മായാസീതയാണല്ലോ രാവണൻ കൊണ്ടുപോയത്, അതേപോലെ യഥാർത്ഥത്തിൽ മായാരൂപത്തിലുള്ള പശുക്കളെയാണ് ബ്രഹ്മദേവൻ കൊണ്ടുപോയത്. ഇനി കൂട്ടുകാരെ തട്ടിക്കൊണ്ടു പോയപ്പോഴും യഥാർത്ഥ കൂട്ടുകാരെ അല്ല തട്ടിക്കൊണ്ടുപോയത്, ആ കൂട്ടുകാരുടെ മായാരൂപത്തെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് ഒറിജിനൽ ആൾക്കാർ എവിടെ പോയി? ഒറിജിനൽ ആൾക്കാരെ കൃഷ്ണൻ തന്നെ അപ്രത്യക്ഷമാക്കി. അന്നേരം വേണമെങ്കിൽ ഭഗവാൻ ഒറിജിനൽ ആൾക്കാരെ അവിടെ തന്നെ നിർത്താമായിരുന്നു. പക്ഷെ ഭഗവാൻ വിചാരിച്ച് പരീക്ഷിക്കുമല്ലേ, തിരിച്ച് ഞാൻ ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ കൂട്ടുകാരെ എല്ലാം അപ്രത്യക്ഷമാക്കി, പശുക്കളെ അപ്രത്യക്ഷമാക്കി. അതായത് ബ്രഹ്മദേവൻ കൊണ്ടുപോയത് മായാരൂപത്തിലുള്ള പശുക്കളെയും മായാരൂപത്തിലുള്ള കൂട്ടുകാരെയാണ്. അതായത് ഇതെല്ലാം പോരാഞ്ഞിട്ട് കൃഷ്ണന്റെ വകയായിട്ട് കൂട്ടുകാരെ പ്രത്യേകം സെറ്റ് ചെയ്തു. അന്നേരം 3 സെറ്റ് പശുക്കൾ, 3 സെറ്റ് കൂട്ടുകാരാണ് അവിടെ ഉള്ളത്. അതായത് 1 സെറ്റ് ബ്രഹ്മലോകത്ത്, 1 സെറ്റ് ഭഗവാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, 1 സെറ്റ് വൃന്ദാവനത്തിൽ. ഇതേപോലെയാണ് ഭഗവാന്റെ കൂട്ടുകാർ 3 സെറ്റ് ഉണ്ട്. 1 സെറ്റ് ബ്രഹ്മദേവ ലോകത്ത്, 1 സെറ്റ് ഭഗവാന്റെ കൂട്ടത്തിൽ, 1 സെറ്റ് ഭഗവാൻ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. എന്താണ് ഈ കൃഷ്ണനെ കുറിച്ച് പറയേണ്ടത് അല്ലേ? ഇതാണ് നമ്മുടെ ഗുരുവായൂർ
ആരെങ്കിലും അദ്ദേഹത്തെ പറ്റിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ചൊരു വല്ലാത്ത പറ്റിപ്പീരായിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ആ രീതിയിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അങ്ങനെ 1 വർഷത്തോളം കളികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും മനസ്സിലാവുന്നില്ല, ബ്രഹ്മദേവനും മനസ്സിലാവുന്നില്ല എന്താണ് നടക്കുന്നത്, ബലരാമനും മനസ്സിലാവുന്നില്ല. അവസാനം ബലരാമൻ പറഞ്ഞു, ഇതൊക്കെ നീ അല്ലേ കൃഷ്ണ? അവർ അതെ, ബ്രഹ്മദേവൻ നിന്ന പണിയാണ്. അന്നേരത്തേക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മദേവൻ വിചാരിച്ചു, 1 വർഷമായല്ലോ ഭൂമിയിലെ, കൃഷ്ണൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? കൃഷ്ണൻ ഇവിടെ തകർപ്പൻ കളികളല്ലേ, കൃഷ്ണൻ ദാണ്ട് കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം. ബ്രഹ്മദേവൻ, ഇത് ഇവിടുന്ന് വരുന്ന ഈ കൂട്ടുകാരും പശുക്കളും ഒക്കെ ഞാൻ എല്ലാവരും ബ്രഹ്മലോകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു, എല്ലാം ഒരേപോലെ ഇരിക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല. പശുക്കളും കൂട്ടുകാരും എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നു. അന്നേരം ബ്രഹ്മദേവൻ, ഇവരൊക്കെ എവിടുന്ന് വരുന്നു? ബ്രഹ്മദേവൻ ഓരോ ആൾക്കാരുടെയും ജീൻസ് വരെ സ്കാൻ ചെയ്ത് നോക്കി, ഇത് ഒറിജിനലി ഏതാണ്, ഇത് എൻ്റെ സൃഷ്ടിയിൽപ്പെടുന്നതാണോ എന്ന് പറഞ്ഞ് നോക്കി. പക്ഷെ ആകെ കൂടെ കൺഫ്യൂഷൻ. ബ്രഹ്മദേവൻ്റെ തല കറങ്ങാൻ തുടങ്ങി. 4 തലകളും 4 ദിശകളിലേക്ക് കറങ്ങാൻ തുടങ്ങി. ബ്രഹ്മദേവൻ ഇതൊക്കെ എന്താണ്, ആരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കോടാനുകോടി കൂട്ടുകാരും കോടാനുകോടി പശുക്കളും കോടാനുകോടി വിഷ്ണു രൂപങ്ങളായിട്ട് മാറി. ശംഖചക്ര ഗദാപത്മത്തോടു കൂടി ഭഗവാൻ അസംഖ്യം വിഷ്ണു രൂപങ്ങളായിട്ട് അവിടെ നിരന്ന് നിൽക്കുകയാണ്. കോടാനുകോടി വിഷ്ണു രൂപങ്ങൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കോടാനുകോടി വിഷ്ണു രൂപങ്ങൾ, പശുക്കൾ, ആ ഒരു പശുക്കളും എല്ലാം കൃഷ്ണൻ, അസംഖ്യം വിഷ്ണു രൂപങ്ങൾ അവിടെ നിരന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ബ്രഹ്മദേവൻ കൂടുതൽ കൺഫ്യൂസായി. എന്നിട്ട് അടുത്ത കാഴ്ച ആ വിഷ്ണു രൂപങ്ങളെല്ലാം കൃഷ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോയി. ഇതാണെങ്കിൽ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇതിന് ശേഷം ബ്രഹ്മദേവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭഗവാൻ കൃഷ്ണൻ 1 വർഷം മുമ്പേ ഭഗവാൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂട്ടുകാരെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് പശുക്കളെ മോഷ്ടിച്ചത്. മനസ്സിലായില്ലേ? ഒരു ഭക്തൻ പറഞ്ഞത് ഒറിജിനലിനെയും വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ്. അതെ, അതാണ് സംഭവിച്ചത്. ഭഗവാൻ അത്രയ്ക്ക് ഡേഞ്ചറാണ്. അതുകൊണ്ട് ബ്രഹ്മദേവൻ വരെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം സൃഷ്ടിയിൽ പെടുന്നതുകൊണ്ട് ബ്രഹ്മദേവൻ ഓരോ സെല്ല് വരെ സ്കാൻ ചെയ്ത് നോക്കി, ബ്ലഡ് വരെ സ്കാൻ ചെയ്ത് നോക്കി, എല്ലാം മാച്ചാണ്, ഒരു വ്യത്യാസവും ഇല്ല, എല്ലാം ഡിറ്റോ മാച്ചാണ്. അന്നേരം ശരീരത്തിലെ ഓരോ അടയാളങ്ങൾ വരെ കറക്റ്റായിട്ട് മാച്ചിങ് ആണ്. അന്നേരം ബ്രഹ്മദേവൻ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അന്നേരം ബ്രഹ്മദേവൻ പിന്നെ നോക്കുമ്പോൾ ബ്രഹ്മദേവൻ പശുക്കളെയും കൂട്ടുകാരെയും മോഷ്ടിച്ചുകൊണ്ട് പോയ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ തൈര് സാദ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് യശോദാമ്മ കൃഷ്ണന് ഭക്ഷണത്തിൽ കൊടുത്തയച്ചത് തൈര് സാദായിരുന്നു. അന്നേരം ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ തൈര് സാദിൻ്റെ ഒരു ഉരുള ഇങ്ങനെ വായിൽ വെച്ചത് ഇരിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? അന്നേരം വായിൽ നിന്ന് കുറച്ച് തൈര് സാദ് ഇങ്ങനെ ഇട്ട് വീഴുകയായിരുന്നു. കയ്യിൽ തൈര് സാദിൻ്റെ കുറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ഉണ്ണിക്കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇതേപോലെ നമ്മുടെ വെണ്ണ പിടിച്ചുകൊണ്ടിരിക്കുന്ന മദൻ ഗോപാൽ. അന്നേരം അതേപോലെ തൈര് സാദിൻ്റെ ഒരു ഉരുള ഇങ്ങനെ കണ്ണൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബ്രഹ്മദേവൻ പശുക്കളെയും കൂട്ടുകാരെയും മോഷ്ടിച്ചുകൊണ്ട് പോയത്. അന്നേരം ബ്രഹ്മദേവനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മദേവനെ ഭഗവാൻ കൃഷ്ണൻ ഈ തൈര് സാദ് എടുത്ത് കാണിച്ചു. അന്നേരം 1 വർഷം മുമ്പേ ഉള്ള തൈര് സാദ് ഇപ്പോഴും ഫ്രഷായിട്ടിരിക്കുക. ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ദിസ് ഇസ് ടു മച്ച്, ഇത് ഒരുപാടാണ്, എനിക്ക് ഇനി ഇത് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ആള് തല കറങ്ങി നേരെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീഴുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ മതി, എനിക്ക് തൃപ്തിയായി, ഇനി ഒന്നും കാണണ്ട, അങ്ങ് ആരാണെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് പറഞ്ഞു നൽകൂ എന്നാണ് പറയുന്നത്. അന്നേരമാണ് ബ്രഹ്മദേവന് ഭഗവാന്റെ ഒരു വൈഭവമൊക്കെ മനസ്സിലാവും. ഇതേ ബ്രഹ്മദേവനാണ് ബ്രഹ്മസംഹിത എഴുതിയിരിക്കുന്നത്. എന്താണ്? ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദ്യ ഗോവിന്ദ സർവകാരണ കാരണം. ഇതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ, അഖിലകൂടി ബ്രഹ്മാണ്ട നായകൻ. ബ്രഹ്മദേവൻ പോലും പതറിപ്പോയി, മൂക്കൊണ്ട് ഇക്ഷ വരച്ചുപോയി, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു.
ആ സമയത്ത് ബ്രഹ്മദേവനും കൃഷ്ണനുമായിട്ടുള്ള ചർച്ചകളാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വന്ന സത്സംഗത്തിൽ കേട്ട ഭക്തജനങ്ങൾ ശ്രദ്ധയോടുകൂടി ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യം ഓർക്കണം. ബ്രഹ്മവിമോഹന ലീല ഇതാണ്. ഇനി നാളെ തുടരെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ഒരു അവസ്ഥയിൽ ബ്രഹ്മദേവൻ കൃഷ്ണനോട് മാപ്പ് ചോദിക്കുകയാണ്. ബ്രഹ്മദേവൻ കൃഷ്ണനോട് മാപ്പ് ചോദിക്കുകയാണ്. മാപ്പ് ചോദിച്ചിട്ട് പറഞ്ഞ, ഭഗവാൻ കൃഷ്ണ, അങ്ങ് നാരായണനാണെന്ന് എനിക്ക് മനസ്സിലായി. അന്നേരം 7 വയസ്സുള്ള കൊച്ചുകുട്ടി കയ്യിൽ തൈര് സാറിന്, ഞാനോ നാരായണനോ? ഞാനൊരു കാലിച്ചെക്കൻ. എൻ്റെ പശുക്കളെവിടെ? എൻ്റെ കൂട്ടുകാരെവിടെ? കളി നിർത്തിയിട്ടില്ല കൃഷ്ണൻ. അതല്ല, നാരായണനോ? ഞാനല്ല നാരായണൻ, ഞാനൊരു ഗോപാലനാണ് എന്ന് പറയും. കൃഷ്ണ ഇനി എന്നെ പറ്റിക്കരുത്, അങ്ങാണ് നാരായണൻ, അങ്ങയുടെ നാഭിയിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്, അങ്ങയുടെ മകനാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി. മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മ പൊറുക്കണ്ടേ? ഞാൻ അങ്ങയുടെ അച്ഛനോ? അങ്ങ് എന്താ പറയുന്നത്? ഞാൻ ഒരു 7 വയസ്സുള്ള കൊച്ചുകുട്ടിയാണ്, അങ്ങ് ബ്രഹ്മദേവനാണ്, എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ ഒന്നും. നാരായണൻ എന്ന് പറയുന്നത് ആ ഗർഭജലത്തിൽ കിടക്കുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേക്ക് പറഞ്ഞു, ആ നാരായണൻ ഗർഭജലത്തിൽ കിടക്കുന്ന ആ ഗർഭോദകശായ വിഷ്ണു അങ്ങേ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് മൂലനാരായണൻ അങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞു. ബാബ പറഞ്ഞു, മൂലനാരായണോ? എന്ത് മൂലനാരായണൻ? എനിക്കറിഞ്ഞൂടാ, ഞാൻ യശോദാനന്ദനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള സംവാദമാണ് ബ്രഹ്മദേവനും കൃഷ്ണനുമായിട്ടുള്ളത്. അതാണ് നമ്മൾ ഇനി നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബ്രഹ്മദേവനും കൃഷ്ണനുമായിട്ടുള്ളൊരു ഡിബേറ്റാണ് ഇനി നടക്കാൻ പോകുന്നത്, അല്ലേ? ബ്രഹ്മദേവൻ ആർജു പറഞ്ഞു. കാരണം ആദ്യം ബ്രഹ്മദേവൻ എന്തായിരുന്നു, കൃഷ്ണൻ ആരാണെന്ന് തർക്കിക്കുകയാണ്. കൃഷ്ണൻ ആരാണ്, കൃഷ്ണൻ എന്ത് വലിയ ആളാണോ എന്നൊക്കെ ഇങ്ങനെ പരീക്ഷിക്കുമായിരുന്നു. ഇപ്പം ബോധ്യപ്പെട്ടപ്പോൾ കൃഷ്ണൻ തിരിച്ചു പിടിക്കുകയാണ്. ഞാനൊന്നുമില്ല, ഞാൻ ഒരു കൊച്ചുകുട്ടി. അന്നത്തേക്ക് പറയും, അല്ല, അങ്ങാണ് ഭഗവാൻ. ഞാൻ ഭഗവാനല്ല എന്ന് ഭഗവാൻ എല്ലാം കാണിച്ചതിന് ശേഷം ഭഗവാൻ പറയുകയാണ്, ഞാൻ കൃഷ്ണൻ, ഞാൻ ഭഗവാനൊന്നുമല്ല, ഞാനൊരു കൊച്ചുകുട്ടിയാണ്, എൻ്റെ പശുക്കൾ എവിടെ, എൻ്റെ കൂട്ടുകാരെവിടെ എന്ന് പറയുക. ബ്രഹ്മദേവൻ സമ്മതിച്ചു കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം കണ്ട കാഴ്ചകൾ എന്തുവാണ്? ബ്രഹ്മസൃഷ്ടിയെ വെല്ലുന്ന സൃഷ്ടിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മസൃഷ്ടി എല്ലാം നാശമുള്ളതാണ്, പക്ഷേ ഇത് ആധ്യാത്മിക സൃഷ്ടിയെ ബ്രഹ്മദേവൻ കാണുകയാണ്. ആ സമയത്ത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചപ്പോൾ വൃന്ദാവനം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വിചാരിച്ച എന്താണ്? അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ബ്രഹ്മാണ്ടത്തിലെ, ഭൂമണ്ഡലത്തിലെ, ജംബൂദ്വീപിലെ, ഭാരതഖണ്ഡത്തിലെ ഒരു സ്ഥലമാണ് വൃന്ദാവനം എന്നാണ് ബ്രഹ്മദേവൻ വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ വൃന്ദാവനം ബ്രഹ്മ സൃഷ്ടിയിൽ പെടുന്നതല്ല, ഇത് ഗോലോക വൃന്ദാവനം തന്നെയാണ്, അത് നമ്മുടെ ദൃഷ്ടിയിൽ പ്രകടമാകുന്നതാണ് എന്നൊക്കെ ബ്രഹ്മദേവന് മനസ്സിലായി. അന്നേരമാണ് ബ്രഹ്മദേവൻ വൃന്ദാവനത്തിനെ കാണുന്നത്. അന്നേരമാണ് ബ്രഹ്മദേവൻ പറയാം, ചിന്താമണി പ്രകര സത്മസുകൽപ വൃക്ഷ ലക്ഷാവർത്തേഷു സുരഭിർ അഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അദ്ദേഹം അസംഖ്യം സുരഭി പശുക്കളെയൊക്കെ കണ്ടിട്ട് അത്ഭുതചകിതനായിട്ട് ഇരിക്കുകയാണ്. ആര്? ബ്രഹ്മദേവൻ പറയുന്നു, ഭഗവാനെ, ഇവിടെ ഒരു പുൽക്കൊടിയാകാൻ എനിക്ക് ഭാഗ്യം ലഭിക്കണമേ എന്നൊക്കെ പറയുകയാണ്. ഭഗവാൻ പറഞ്ഞ്, കുറച്ച് നേരം അവസരം കിട്ടിയപ്പോൾ ഇത്രയൊക്കെ ഉപയോഗിച്ചു, ഇനി മേലെ ഇങ്ങോട്ട് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ഭഗവാൻ പറഞ്ഞു, എൻ്റെ പശുക്കളെവിടെ, എൻ്റെ കൂട്ടുകാരെവിടെ? പക്ഷെ ബ്രഹ്മദേവൻ വീണ്ടും വീണ്ടും സ്തുതി ചെയ്തുകൊണ്ട് പറയുകയാണ്, അങ്ങാണ് യഥാർത്ഥ നാരായണൻ, അങ്ങയിൽ നിന്നാണ് എല്ലാ വിഷ്ണു രൂപങ്ങളും വരുന്നത്. ഇത് നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ അധ്യായത്തിൽ ചൈതന്യ ചരിതാമൃതത്തിൽ ഗുരുപരമ്പരയാണ് ചർച്ച ചെയ്യുന്നത്. 2ാമത്തെ അധ്യായത്തിൽ ആരാണ് ചൈതന്യ മഹാപ്രഭു? ആരാണ് ചൈതന്യ മഹാപ്രഭു? സാക്ഷാൽ കൃഷ്ണൻ. അതായത് ഇനി കൃഷ്ണൻ ആരാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണം, എങ്കിലേ ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ ഉള്ളിൽ കൃഷ്ണനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് അല്ല യഥാർത്ഥ കൃഷ്ണൻ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, പരമദിവ്യോത്തമ പുരുഷനാണ് കൃഷ്ണൻ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അന്നേരം ബ്രഹ്മദേവനാണ് പറയുന്നത്. ആര്? ഈ സൃഷ്ടിയുടെ എല്ലാം സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ ഉറപ്പ് നൽകുന്നു, ഈ ഉണ്ണിക്കണ്ണൻ ഓടക്കുള്ളും പിടിച്ചുകൊണ്ട് വെണ്ണയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന സാധാരണ വ്യക്തിയല്ല, ഇദ്ദേഹമാണ് ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷൻ, ഗോവിന്ദമാദി പുരുഷം, എല്ലാവിധ പുരുഷാവതാരങ്ങളുടെയും സ്രോതസ്, എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്, എല്ലാ നാരായണന്മാരും വരുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്, ആദിനാരായണനാണ് ശ്രീകൃഷ്ണൻ എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. ഇനി നാളെയുള്ള സത്സംഗത്തിൽ നമുക്ക് ബ്രഹ്മദേവൻ ഇനിയും കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.
ഇനി നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ശ്രീമദ് ഭാഗവത്തിൽ കാണാം. ഇത് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ശ്രീ രാധാ പവനപുരാധീശൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.